ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഹേയ് സാത്താൻ, നരകത്തിൽ ഹാപ്പിയാണോ? ഏയ്, നരകത്തിൽ അത്ര ഹാപ്പിയല്ല. എറണാകുളത്ത് ഞാൻ നല്ല ഹാപ്പിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഗ്രൂപ്പുകളിൽ വന്നതും എന്നോട് നേരിട്ട് ചോദിച്ചതുമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ. Good evening, Father. I have a doubt regarding the hell. What do the Satan and demons themselves experience in the hell? Are they happy being in the hell? Do the consequences of the hell applicable only for the human beings who go to hell? If the Satan and his team are happy now, how it would be after the second coming of Jesus? ഇതാണ് ചോദ്യം. ഇംഗ്ലീഷിൽ ചോദിച്ചത് കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഞാൻ വായിക്കുകയാണ്. മലയാളം കൂടി പറയാം. നരകത്തെക്കുറിച്ച് എനിക്കൊരു സംശയം. സാത്താനും പിശാചുക്കളും എന്താണ് നരകത്തിൽ അനുഭവിക്കുന്നത്? നരകത്തിൽ അവർ സന്തോഷവാന്മാരാണോ? നരകത്തിന്റെ ഭവിഷ്യത്തുകൾ നരകത്തിൽ പോകുന്ന മനുഷ്യരെ മാത്രം ബാധിക്കുന്നതാണോ? സാത്താനും ടീമും ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് ശേഷം എന്തായിരിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഉന്നയിച്ച ആളോടുള്ള എല്ലാ ആദരവോടും കൂടെ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് അനേകം വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്കിലും സംശയമുണ്ടാകാം. ചോദിച്ചതിന് നന്ദി. എങ്കിലും ഒരു കാര്യം അദ്ദേഹത്തെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സനാതന സത്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകാൻ ചെയ്യേണ്ടത് എല്ലാ വീഡിയോസും തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക എന്നതാണ്. ആരെങ്കിലും തെറി പറയുന്നത് കേൾക്കാനുള്ള രസം കൊണ്ട്, കൗതുകം കൊണ്ട് വീഡിയോ കേൾക്കാൻ വന്നിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് കേൾക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ഈ ആരെങ്കിലൊക്കെ തെറി പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുക. അത് ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ ലക്ഷണമല്ല. ഞാനിങ്ങനെ വളരെ ആഴമേറിയ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന മറ്റ് ചാനലുകൾ ഉണ്ടാകാം, അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണുകയും നോട്ട് കുറിക്കുകയും സംശയങ്ങൾ രേഖപ്പെടുത്തുകയും സംശയങ്ങൾ ചോദിക്കുക വേണം ചെയ്യാൻ. മാത്രമല്ല, പല ഒരു വീഡിയോസിലെല്ലാം കൂടി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പരസ്പരം ബന്ധപ്പെടുത്തി നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അത് ബന്ധപ്പെടുത്തി പൊരുളുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് വ്യക്തത വരുത്തുക. അങ്ങനെ ഇങ്ങനെ ചോദിച്ചതിന് ഒത്തിരി നന്ദി. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകാം. അതായത് അനേകം വീഡിയോസ് ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട്. പലതരം വ്യാഖ്യാനങ്ങളാണ്. എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏത് വീഡിയോസാണ് കാണേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളൊരു പുസ്തകക്കടയിൽ പോയി ഏത് പുസ്തകങ്ങളാണ് വാങ്ങിക്കുക? നിങ്ങൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് മാനദണ്ഡം എന്താണ്? ഞാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം അത് ആരെഴുതി എന്നുള്ളതാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? രചയിതാവിൻ്റെ ആധികാരികത. ഇപ്പോൾ ബെനഡിക്ട് 16 ഞാൻ അന്നേരം വാങ്ങിച്ചിരിക്കും. അത് സ്കോട്ട് ഹാൻ ഞാൻ വാങ്ങിച്ചിരിക്കും. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള കാര്യം മറ്റുള്ളവർക്കും അറിയാം, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ UAE വചനപ്രഘോഷകർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോയപ്പോൾ ഒരാൾ എനിക്ക് ഒരു ബൈബിൾ വർക്സ് എന്ന് പറഞ്ഞ ഒരു പെൻഡ്രൈവാണ്, അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തി 40,000 രൂപയാണ് അതിൻ്റെ വില. ഒരു പെൻഡ്രൈവിൻ്റെ ബൈബിൾ വർക്സ് എന്ന പ്രോഗ്രാമാണ് അത്. അതിൻ്റെ ഒറിജിനൽ 40,000 രൂപയാണ്. പണ്ട് 20,000 രൂപയ്ക്ക് ഞാൻ ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരാളത് വാങ്ങിച്ച് എനിക്ക് തന്നു. 10 പൈസ എൻ്റെ വാങ്ങിച്ചാൽ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. പോളണ്ടിൽ ഒരു അച്ഛൻ ഒരു ഗ്രീക്ക് സെപ്തജിന്ത് ബൈബിൾ, അതായത് ആദിമസഭയുടെ ബൈബിള്, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കോൺകോർഡൻസും ബൈബിൾ അതെല്ലാമായിട്ടുള്ള ഒരു ഡിജിറ്റൽ വെർഷൻ തന്നെ, അതിന് 500 യൂറോ ആണ് എൻ്റെ വില. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 50,000 രൂപ. അതൊരു ഒരു ഒരു ഫയലാണ്. ആ ഫയൽ എനിക്ക് വാങ്ങിച്ചു തന്നു. 50,000 രൂപ നമ്മുടെ നാട്ടിലെ 500 യൂറോ കൊടുത്ത്. അതൊരു ഗിഫ്റ്റാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് കരുതിയിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആരാണ് പറയുന്നത്, അയാളുടെ ആധികാരികത എന്ത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്.
അപ്പോൾ ആധികാരികമായി പറയുന്ന വീഡിയോസെ കാണാവൂ. അവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ മറ്റവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അത് എനിക്ക് ഫോർവേഡ് ചെയ്ത് ഞാൻ തുറക്ക പോലും ഞാൻ ചെയ്യില്ല. ആധികാരികമില്ലാത്ത ഒരാളെ നമ്മൾ കാണാൻ നമ്മൾ തയ്യാറാകരുത്. പിന്നെ ഇക്കിളിപ്പെടുത്തുന്നത്, പെട്ടെന്ന് സുഖപ്പെടുത്തുന്നത്, അങ്ങനെ സംഗതികൾ താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കർത്താവിനെ അറിയാനായിട്ട് ഗുണം ചെയ്യില്ല. കർത്താവ് ഒരുപാട് പേരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ രോഗശാന്തിയിലൂടെയല്ല ലോകത്തെ രക്ഷിച്ചത്, സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ്. അപ്പം രക്ഷ പ്രാപിക്കാൻ രോഗശാന്തി പോരാ. രോഗശാന്തി കിട്ടണം, വേണ്ടതാണ്. നമുക്കെല്ലാവരുടെയും വലിയ ഉത്കണ്ഠയാണ് രോഗം വന്നാൽ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വേണം. പക്ഷേ അതിൽ നിന്ന് പോകരുത്, ആഴത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക. സഹനവും മരണവും, പിന്നെ മരണത്തിലൂടെ മരണമെന്ന പുഴയിലൂടെ കടന്ന് ഉത്ഥാനം, അങ്ങനെയുള്ളൊരു പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ പ്രത്യാശ ഇല്ലെങ്കിൽ മറ്റ് മതസ്ഥരെക്കാളും മോശമായിരിക്കും നമ്മൾ. അതുകൊണ്ട് സനാതനമായ കാര്യങ്ങൾ അറിയാനായിട്ട് എൻ്റെ വീഡിയോസ് കാണുക. അത് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നോട്ട് കുറിച്ച് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തിയൊക്കെ കണ്ടാൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അവിടെ കിട്ടും. ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമല്ല, കർത്താവിന് തിരിച്ചറിയാനായിട്ട്, കർത്താവിൻ്റെ രഹസ്യം തിരിച്ചറിയാനായിട്ട്, നമ്മുടെ രഹസ്യം തിരിച്ചറിയാനായിട്ട് അത് ഉപകരിക്കും. ഈ വീഡിയോസ് കാണുമ്പോൾ, എൻ്റെ വീഡിയോസ് അടക്കം, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളുമായി ചേരാത്തവരുടെ പ്രസംഗങ്ങൾ കേട്ട് വിശ്വസിക്കരുത്. കത്തോലിക്ക സഭയുടെ പ്രബോധനം ചേരാത്ത പ്രബോധനങ്ങൾ, അത് വികാരിയച്ചനോ മെത്രാനോ മെത്രാപ്പൊലിത്തയോ മേജർ ആർച്ച് ബിഷപ്പോ ഞാനോ ആര് പറഞ്ഞാലും സ്വീകരിക്കരുത്. കത്തോലിക്ക സഭയുടെ മതബോധനം ഇതാണ് എന്ന് പറഞ്ഞിട്ട്, പ്രബോധനം ഇതാണെന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ മതബോധനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രചരിപ്പിച്ചാലും സ്വീകരിക്കരുത്. എൻ്റെ പ്രസംഗങ്ങളിൽ തിരുവചനവും കത്തോലിക്ക സഭയുടെ മതബോധനവും അത് ഒരുമിച്ചാണ് ഞാൻ എപ്പോഴും പറയുക. കാരണം തിരുവചനങ്ങളിൽ നിന്നാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കത്തോലിക്ക സഭയുടെ മതബോധനം ഇന്ന സംഖ്യ, അല്ലെങ്കിൽ രണ്ടാം വാത്തിക്കൻ സുന്നത്ത് ഇന്ന സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബൈബിളും കത്തോലിക്ക സഭയുടെ മതബോധനവും അത് രണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് പോയാൽ നന്നായിരിക്കും. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം മറന്നുപോയാവോ? സാത്താനും പിശാചുക്കളും എന്താണ് നരകത്തിൽ അനുഭവിക്കുന്നത്? നരകത്തിൽ അവർ സന്തോഷവാന്മാരാണോ? നരകത്തിൻ്റെ ഭവിഷ്യത്തുകൾ നരകത്തിൽ പോകുന്ന മനുഷ്യരെ മാത്രം ബാധിക്കുന്നതാണോ? സാത്താനും ടീമും ഇപ്പോൾ അവിടെ ഹാപ്പി ആണെങ്കിൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് ശേഷം എന്തായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനുത്തരം പറയാനായിട്ട് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഞാൻ 3 തിരുവചനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ തിരുവചനം ഓശാന ഞായറാഴ്ച ഈശോ മിശിഹ പറഞ്ഞതാണ്. ഗ്രീക്കുകാർ കർത്താവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് പറഞ്ഞ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ പീഡാനുഭവ പ്രവചനം യോഹന്നാന്റെ സുവിശേഷത്തിലില്ല, മഹത്വവൽക്കരണ പ്രവചനമാണ്. ആ 3-ാമത്തെ മഹത്വവൽക്കരണ പ്രവചനമാണ് വാസ്തവത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 31 മുതൽ 33 വരെ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അതിലത്തെ വാക്കുകൾ നോക്കുക. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ന്യായവിധി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് വാക്ക് ക്രീസിസ് എന്നാണ്. ക്രീസിസ്, അതിൽ നിന്നാണ് ക്രൈസിസ് എന്ന വാക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ പറയല്ലോ, ശരിക്കും അത് ന്യായവിധിയാണ്. ഒരു വേർതിരിവിനെയാണ് ക്രൈസിസ് എന്ന് പറയണേ, അല്ലെങ്കിൽ ക്രീസിസ് എന്ന് പറയണേ. കുരിശിലെ ഉയർത്തപ്പെടലോടെ ഈ ലോകത്തിന്റെ ന്യായവിധി അരങ്ങേറുകയാണ്. ഒരു വേർതിരിവ്. ആരാണ് ശരി, ആരാണ് തെറ്റ് ചെയ്തവളെ ശിക്ഷ എന്ത്, ഇതാണ് ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധി. ഒരു കോടതിയിലെ ന്യായവിധി അതാണല്ലോ. ഈ ലോകത്തിന് അധികാരിയായ സാത്താൻ തെറ്റുകാരനാണെന്നും അതിനാൽ പുറന്തള്ളപ്പെടുമെന്നും ആദ്യത്തെ വിധി പ്രസ്താവം. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റ് ചെയ്തവരുടെ ശിക്ഷ. സാത്താനാണ് തെറ്റ്, സാത്താനാണ് ശിക്ഷ, പുറന്തള്ളപ്പെടുകയാണ്. ഇനി ആരാണ് ശരി? കുരിശിലേറിയവൻ എല്ലാ മനുഷ്യരും തന്നിലേക്ക് ആകർഷിക്കും, കാരണം അവനാണ് ശരി. ഇതാണ് ന്യായവിധിയുടെ 2-ാം ഭാഗം. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റ് ചെയ്തതിന് ശിക്ഷ, ഇത് കർത്താവ് പ്രഖ്യാപിച്ചു. ഇപ്പോഴാണ് ന്യായവിധി. ഈ ഗ്രീക്കുകാരെ കർത്താവിനെ കാണാൻ വന്ന നിമിഷം, ആ നിമിഷത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വചനം കൂടി കേട്ടാൽ കുറച്ചുകൂടി മനസ്സിലാകും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം ചൂടും. 2 കാര്യങ്ങളിലേക്കാണ് സൂചന നൽകുന്നത്. ഒന്ന്, ഗോതമ്പ് മണി യേശുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം എന്ന് വെച്ചാൽ അവൻ മരിക്കണം. എങ്കിലേ പുതുജീവൻ, പുതിയ ജനുസിലുള്ള ജീവൻ, ഉത്ഥാന ജീവൻ പുറപ്പെടുവിക്കും.
അപ്പോൾ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തിട്ടാണ് ഗ്രീക്കുകാർ, അതായത് വിജാതിയർ അവനെ കാണൂ. ഗ്രീക്കുകാരാണല്ലോ കാണാൻ വന്നത്. അപ്പോൾ അവരോട് പറയാണ്, ഞാൻ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കാണുക. അതെങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, അതെങ്ങനെയാണ്? ഗോതമ്പ് മണി നിലത്ത് വീണ്, ഗോതമ്പ് മണി, ആ ഗോതമ്പ് മണിയാണ് കുർബാനയായിട്ട് മാറണേ. ഈ ഗോതമ്പ് മണി പൊടിച്ചിട്ടാണ് കുർബാനയ്ക്ക് വേണ്ട അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ രൂപത്തിലാണ് വിജാതിയുടെ അടുത്തേക്ക് കർത്താവ് വരിക. അന്ന് ഭൂമിയിൽ ജീവിച്ചവൻ കണ്ടാലും മനുഷ്യനാണ് യേശു, പക്ഷെ അവൻ ദൈവമായിരുന്നു. ഇപ്പൊ കണ്ടാൽ അപ്പമാണ്, പക്ഷെ അവൻ അത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. അപ്പൊ അന്ന് യേശു ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള എന്തുമാത്രം വിശ്വാസത്തിന്റെ പ്രയാസമുണ്ടോ അത്ര തന്നെ പ്രയാസം ഇപ്പോഴും ഉണ്ട് വിശുദ്ധ കുർബാന യേശുവാണെന്ന് വിശ്വസിക്കാൻ. അന്ന് ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കണമായിരുന്നു. ഇന്ന് ഈ അപ്പം മനുഷ്യനാണെന്ന് വിശ്വസിക്കണം. വിശ്വാസത്തിന്റെ വെല്ലുവിളി അന്ന് ഇന്നും ഒരുപോലെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെയാണ് വിജാതീയ ലോകം കർത്താവിനെ കാണുക എന്നാണ് അന്ന് പറഞ്ഞത്. അത് അപ്പോൾ ന്യായവിധി നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ്? ഗ്രീക്കുകാര് കാണുന്നത് കുരിശമരണത്തിലൂടെയും കുർബാനയിലൂടെയുമാണ് എല്ലാ മനുഷ്യരും കർത്താവ് ആകർഷിക്കുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കർത്താവ് എല്ലാവരെയും ആകർഷിക്കുന്നത് തൻ്റെ കുർബാനയിലേക്കാണ്, ആ രഹസ്യത്തിലേക്കാണ്. എന്നിട്ട് അവരുമായി തൻ്റെ ജീവൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ ന്യായവിധി നടക്കുന്നത് കുരിശമരണത്തിൽ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ എന്നതിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ലോകത്തിന്റെ പ്രഭു. ഈ ലോകം എന്ന വാക്ക് പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ദൈവം സ്നേഹിച്ച ലോകം എന്നും യോഹന്നാൻ 3:14 പറയുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവിൽ അവിശ്വാസം, യേശുവിൽ വിശ്വസിക്കാത്ത ലോകം, ആ ലോകത്തിന്റെ പ്രഭുവാണ് സാത്താൻ. ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ദൈവത്തിനെതിരെ കലഹിച്ചപ്പോൾ സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവായി. ഉൽപ്പത്തി 3:1-19 വരെ. ഈശോ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ പരാജയപ്പെടുത്തും. ഹെബ്രായ ലേഖനം 2:14-15. യേശു വീണ്ടും തേജസ്സിൽ വരുമ്പോൾ സാത്താന് നിത്യമായ ശിക്ഷ നടപ്പാക്കും. നശിപ്പിക്കുമെന്നൊക്കെ പറയുക, സാത്താൻ നശിപ്പിക്കുമെന്നാണ് പറയുക. വെളിപാട് 20:10. കത്തോലിക്ക സഭയുടെ മതബോധനം 550, 28, 53. ഞാൻ ഈ വചനം ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ ഉയർത്തപ്പെടുമ്പോൾ സാത്താനെ പരാജയപ്പെടുത്തും. ഹെബ്രായ ലേഖനം 2:14-15. ഈശോ വീണ്ടും തേജസ്സിൽ വരുമ്പോൾ സാത്താനെ നിത്യമായി ശിക്ഷിക്കും, സാത്താനെ നശിപ്പിക്കും. അതെങ്ങനെയാണെന്ന കാര്യം നമ്മൾ കാണാനിരിക്കുന്നു. ഉയർത്തപ്പെടുമ്പോൾ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഉയർത്തപ്പെടുക എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, കുരിശിൽ ഉയർത്തപ്പെടുക. യോഹന്നാൻ 12:33 അതിൽ പറയുന്നുണ്ടല്ലോ, താൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കുകയായിരുന്നു. അപ്പൊ കുരിശിൽ ഉയർത്തപ്പെടുക എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ട്, തിരുവുത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും പിതാവിങ്കിലേക്ക് തിരിച്ചു പോകുക, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക. യെശയ്യായുടെ പുസ്തകം 52:13-53-12 വരെ ഈ സഹനദാസനെ കുറിച്ചുള്ള കീർത്തനത്തിൽ ഈ ദാസന്റെ മഹത്വവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 662 നിങ്ങൾക്ക് വായിക്കാം. ഈശോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് അവന്റെ സാർവലൗകികവും, എന്നുവെച്ചാൽ സർവ്വലോകത്തെയും ബാധിക്കുന്നത്, സാർവജനീനവും സർവ്വജനങ്ങളെയും ബാധിക്കുന്നത് പ്രാപഞ്ചികവുമായ ഈ പ്രപഞ്ചത്തെയും സകല പ്രപഞ്ചത്തെയും ബാധിക്കുന്നതായ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം മുകളിൽ അവൻ കർത്തൃത്വം, അവൻ അതിൻ്റെ ലോഡ്ഷിപ്പ്, അവൻ അതിൻ്റെ നാഥനായിരിക്കുന്നു. ഇതിനാണ് ഈ സൂചിപ്പിക്കുക ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടി പറയാം. സർവ്വലോകത്തിൻ്റെയും സർവ്വജനങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും നാഥനായി കർത്താവായി അവൻ ദൈവപിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവൻ്റെ മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും. ഇല്ലേ? ഭൂമിയിലും സ്വർഗത്തിലും അധോലോകത്ത് പാതാളത്തിലുമുള്ളവരുടെ മുട്ടുകൾ മടങ്ങും. പാതാളത്തിൽ ആരാ ഉള്ളതെന്നൊക്കെ നമ്മൾ കാണാനിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഫിലിപ്പിയ ലേഖനം 2:6-11 അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കേൾക്കുക. ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു. അപ്പോൾ ഈ ലോകത്തിന്റെ അധികാരിയായ പ്രഭുവായ സാത്താൻ പുറന്തള്ളപ്പെട്ടു. അത്രയും ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ വിശ്വസിക്കണം. യേശു കുരിശിൽ ഉയർത്തപ്പെട്ടു. ആ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ അധികാരിയായ പ്രഭുവായ സാത്താൻ പുറന്തള്ളപ്പെട്ടു. അപ്പൊ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ വരും. ഒന്ന്, എന്തുകൊണ്ട് ഇപ്പോൾ സാത്താനെ പൂർണ്ണമായി നശിപ്പിച്ചില്ല, അല്ലെങ്കിൽ അവനെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയെങ്കിലും എന്തുകൊണ്ട് അവനെ തീർത്തും ഇല്ലാതാക്കിയില്ല? ഒരു ചോദ്യം. രണ്ട്, എവിടേക്കാണ് പുറന്തള്ളപ്പെട്ടത്? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാ തിങ്കളാഴ്ചകളിലും ഉൽപ്പത്തി പുസ്തകം തൊട്ട്, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമെങ്കിലും ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് തിന്മ വേണം, എന്തുകൊണ്ട് സാത്താൻ വേണമെന്ന്. എന്തുകൊണ്ട് വേണം? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യമാണ്.
എന്താണ് സ്വാതന്ത്ര്യം? നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ്. അപ്പം നന്മ തിന്മയില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യനില്ല. സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് സ്വാതന്ത്ര്യമാണ്. മറ്റൊരു ജീവിക്കും നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പോൾ നന്മ തിന്മ ഇത് വേർതിരിച്ചറിയാനുള്ള കഴിവായ സ്വാതന്ത്ര്യം ആണ് മനുഷ്യനാക്കുന്നത്. സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യനില്ല. തിന്മയില്ലെങ്കിൽ പിന്നെ നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുമോ? അപ്പം മനുഷ്യനായിരിക്കണമെങ്കിൽ തിന്മ സാത്താൻ വേണം. എന്നിട്ട് സാത്താനെ ഉപേക്ഷിക്കുകയും ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്യുക. ഈ ഒരു വെല്ലുവിളിയാണ് ദൈവം മനുഷ്യന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അത് സ്വാതന്ത്ര്യം എന്ന ആ ഫാക്കൽറ്റി കൊണ്ടാണ്. ചുരുക്കത്തില് ഈ തിന്മ അല്ലെങ്കിൽ സാത്താൻ ഇല്ലാതെ മനുഷ്യൻ ഉണ്ടാകാൻ പറ്റില്ല. കാരണം മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിച്ചറിവാണ്. എന്നിട്ട് നന്മ സ്വീകരിക്കാനും തിന്മ നിരാകരിക്കാനും കഴിയാം. അപ്പോൾ സാത്താനെ പൂർണ്ണമായിട്ട് അങ്ങ് നശിപ്പിക്കുകയല്ല, മറിച്ച് സാത്താനെ നിലനിർത്തിയിരിക്കുകയാണ്. സാത്താനെ പരാജയപ്പെടുത്തി. എങ്ങനെ പരാജയപ്പെടുത്തുന്ന കാര്യം നമ്മൾ കാണാൻ വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറന്തള്ളപ്പെടുക. ഇല്ലേ, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അത് ഉയർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയുമാണ്. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ പുറന്തള്ളപ്പെടും. ആ പുറന്തള്ളപ്പെടലാണ് അവനുള്ള ആദ്യത്തെ ശിക്ഷ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവിടേക്കാണ് പുറന്തള്ളപ്പെട്ടത്? പിന്നെ വെറുതെ പുറന്തള്ളപ്പെടുകയായിരുന്നോ? അല്ലെങ്കിൽ എവിടേക്കാണ് പുറന്തള്ളപ്പെട്ടത്? അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ തിരുവചനം. ഞാൻ പറഞ്ഞതിൽ 3 തിരുവചനമാണ് നമ്മൾ ഇന്ന് പറയണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 22 മുതൽ 29 വരെ വചനങ്ങൾ. യെറൂസലേമിൽ നിന്ന് വന്ന വേദശാസ്ത്രിമാർ പറഞ്ഞു, അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അവൻ അവരടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? ഒരു രാജ്യം അതിൽ തന്നെ ഭിന്നിച്ചിരുന്നാൽ ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല. ഒരു വീട് അതിൽ തന്നെ ഛിദ്രിച്ചിരുന്നാൽ ആ വീടിന് നിലനിൽക്കാൻ കഴിയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഭിന്നിച്ചാൽ അവന് നിലനിൽക്കാൻ കഴിയുകയില്ല. അവന്റെ അവസാനം വന്നു കഴിഞ്ഞു. ശക്തനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ അവന്റെ ഭവനം, വീട് കൊള്ള ചെയ്യാനായിട്ട് കഴിയും. അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യാൻ പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ സകല പാപങ്ങളും അവർ ദുഷിച്ചു പറഞ്ഞ സകല ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ മോചനം കിട്ടാതെ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. ഈ യേശുരു ബാധയൊഴിപ്പിച്ചപ്പോൾ അത് ബേൽസബൂൽ, പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആരോപണത്തിന് മറുപടിയാണ് കൊടുക്കുന്നത്. ആ മറുപടി പല കാര്യങ്ങളുണ്ട്. ഒരു രാജ്യം ഭിന്നിച്ചിരുന്നാൽ നിലനിൽക്കില്ല, ഒരു വീട് ഭിന്നിച്ചിരുന്നാൽ നിലനിൽക്കില്ല, സാത്താൻ അതിൽ ഭിന്നിച്ച സാത്താൻ നിലനിൽക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് 27-ാമത്തെ വാക്യം, ശക്തനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആർക്കും കഴിയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. കർത്താവ് ഭൂതോച്ചാടനം അല്ലെങ്കിൽ ബാധയൊഴിപ്പിക്കുന്നതിന് കൊടുക്കുന്ന നിർവചനമാണ്. ശക്തനായവനാണ് ഈ സാത്താൻ. ശക്തനായ സാത്താന്റെ ഭവനമാണ് പാതാളം, നരകം. അപ്പോ ആ ഭവനം, ആ നരകം കൊള്ളയടിക്കണമെങ്കിൽ, പാതാളം കൊള്ളയടിക്കണമെങ്കിൽ ഈ ശക്തനെ പിടിച്ചു കെട്ടണമെന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പുറന്തള്ളപ്പെട്ടത്, എങ്ങനെയാണ് പുറന്തള്ളപ്പെട്ടത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എവിടേക്കാണ്? പാതാളത്തിലേക്കാണ് സാത്താൻ പുറന്തള്ളപ്പെട്ടത്. കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടത് പാതാളത്തിലേക്കാണ്. എന്നിട്ട് ആ പാതാളത്തിലേക്ക് കർത്താവ് ഇറങ്ങി സാത്താനെ ബന്ധിച്ചു, ശക്തനാവിനെ പിടിച്ചു കെട്ടി. എന്നിട്ട് അവന്റെ ഭവനം കൊള്ള ചെയ്തു, അവന്റെ വീട് കൊള്ളയടിച്ചു. അതാണ് ഓരോ ബാധയൊഴിപ്പിക്കലും, ഓരോ ഭൂതോച്ചാടനവും പിശാചന്റെ ഭവനം കൊള്ളയടിക്കലാണ്. അതെങ്ങനെയാണ് കൊള്ളയടിക്കാൻ സാധിച്ചത്? പിശാചനെ ആദ്യം ബന്ധിച്ചത് കൊണ്ട്. അപ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടു. ഈ വീണുപോയ മാലാഖമാരാണല്ലോ സാത്താൻ, പിശാച്. അവര് സ്വർഗത്തിൽ പുറന്തള്ളപ്പെട്ട് ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞിട്ട്
കർത്താവ് അവിടേക്ക് ഇറങ്ങി സാത്താനെ ബന്ധിച്ചു. എന്നിട്ട് അവൻ്റെ വീട് കവർച്ച ചെയ്യാണ്. ഓരോ ബാധയൊഴിപ്പിക്കലും അങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞ എന്താണ്? ഞാൻ കുരിശിലേർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു പുറന്തള്ളപ്പെടുമെന്നാണ്. കുരിശ് മരണം തന്നെ ഒരു പ്രാപഞ്ചിക ബാധയൊഴിപ്പിക്കലാണ്. കുരിശ് മരണം തന്നെ ഒരു പ്രാപഞ്ചിക ബാധയൊഴിപ്പിക്കലാണ്. ആ പ്രാപഞ്ചിക ബാധയൊഴിപ്പിനെ കോസ്മിക് എക്സോർസിസം, അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ് ഓരോ പിശാചബാധ ഒഴിപ്പിക്കുന്നു. അപ്പോൾ ഉത്തരം ഏകദേശം കിട്ടിയില്ലേ? എങ്കിലും സാത്താന് ശക്തിയുണ്ട്. പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാത്താന് ശക്തിയുണ്ട്. കാരണം എന്താണ്? ഒന്ന്, അതൊരു സ്പിരിച്വൽ പവറാണ്. സാത്താൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പവറാണ്. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദാംശങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ശക്തിയുണ്ട്. സഭാപിതാക്കന്മാർ ഒരു ഉപമ പോലത്തെ പറഞ്ഞിട്ടാണ് അത് അവതരിപ്പിച്ചിരുന്നത്. സാത്താനെ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. എന്നാലും വിരലുകളും, കാലിൻ്റെ വിരലുകളും കൈയുടെ വിരലുകളും സ്വതന്ത്രമാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ ചലിപ്പിക്കുമ്പോഴാണ് ഈ പ്രലോഭനങ്ങളും ഈ ലോകത്തിലെ ഈ തിന്മകളൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. അതെന്തുകൊണ്ട് നശിപ്പിച്ചില്ല എന്ന കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓൾറെഡി ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ യേശു സാത്താനെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ഭൂമിയിൽ വരികയും ഭൂമിയിൽ നിന്ന് പാതാളത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്ത സാത്താനെ പാതാളത്തിൽ ഇറങ്ങി നരകത്തിലേക്ക് ഇറങ്ങി ബന്ധിച്ച് അവന് ശക്തിക്ക് പരിധി കൽപ്പിച്ചു. ഇതാണ് സംഭവിച്ചത്. ഈ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും നരകത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് കർത്താവ് മരിച്ചതിന് ശേഷം മാത്രമാണെന്ന്. അല്ല, ഈ രക്തം കൊണ്ടുള്ള മാമോദീസയാണ് കുരിശുമരണം. അതിൻ്റെ പൂർവ്വരൂപമായിരുന്നു ജോർദാനിലെ വെള്ളം കൊണ്ടുള്ള മാമോദീസ. പാപികളാണ് അവിടെ ഉള്ളത്, അല്ലേ? പാപികളല്ലേ മാനസാന്തര പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപത്തിന്റെ മാമോദീസയാണ് യോഹന്നാൻ പരികർമ്മം ചെയ്തത്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പാപികളാണ് അവിടെ ഓടിക്കൂടിയത്. പാപങ്ങളെല്ലാം അവർ ഏറ്റു പറഞ്ഞെന്നും പറയുന്നുണ്ട്. അപ്പം മൊത്തം പാപത്താൽ ചിഹ്നപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് ജോർദാൻ. അവിടേക്ക് യേശു ചെല്ലുകയാണ്. അപ്പം ആ ജോർദാനിലെ വെള്ളം എന്ന് പറയുന്നത് നരകത്തിലെ തീ പിടിച്ച വെള്ളം അതാണ് ആ ജോർദാന്. അവിടേക്ക് ഈശോ ചെല്ലുകയാണ്. ഈശോ അതിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്നത് കാഴ്ചക്കാരനായിട്ടല്ല. ഡാൻഡയുടെ ഈ ഡിവൈൻ കോമഡിയിൽ ദിവ്യഹാസം എന്ന് പറഞ്ഞ ആ കവിതയിൽ കാഴ്ചക്കാരൻ്റെ റോളിലാണ് ഡാൻഡെ നരകത്തിലേക്ക് ഇറങ്ങണേ. യേശു നരകത്തിലേക്ക് ഇറങ്ങുന്നത് കാഴ്ചക്കാരൻ്റെ റോളിലല്ല, വിജയിച്ചവന്റെ ജേതാവിൻ്റെ റോളിലാണ്. കർത്താവ് നരകത്തിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അതിശക്തനെ പിടിച്ചു കെട്ടി നരകത്തിൻ്റെയും മരണത്തിൻ്റെ താക്കോലുകൾ കർത്താവ് കൈക്കലാക്കി. വെളിപാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലാണ്. എന്നിട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടു. സാത്താന് ശക്തിക്ക് പരിധി കൽപ്പിച്ചു. അതാണ് ഈ പരാജയപ്പെടുത്തൽ എന്ന് പറയണേ. അവനെ ബന്ധിച്ച് അവന് ശക്തിക്ക് അങ്ങനെ പരിധി കൽപ്പിച്ചു. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞിട്ട് 3 വോളിയമുണ്ട്. അതിൽ 1-ാമത്തെ വോളിയം അധ്യായം 1-ലാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ കേൾക്കുന്നവർ നിങ്ങൾ ഈ 3 വോളിയം നമ്മുടെ മാർപ്പാപ്പയായിരുന്ന ആഗസ്തീനോസ് പൗലോസ്ലീഗ എന്ന് പറഞ്ഞ അവരുടെയൊക്കെ ബുദ്ധിശക്തിക്ക് തുല്യവും അതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായി ബെനഡിക്ട് മാർപ്പാപ്പ. നമ്മുടെ മാർപ്പാപ്പയായിരുന്നു നമ്മുടെ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. ഞാൻ 6 ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചങ്ങനാശ്ശേരി നിന്ന് സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി. ഈ പുസ്തകങ്ങൾ നിങ്ങളൊരു 10-15 പ്രാവശ്യം വായിക്കണം. യേശുവിനെ കുറിച്ച് കഴിഞ്ഞ 200 കൊല്ലങ്ങൾക്കുള്ളിൽ ഇത്ര നല്ല പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അറിയപ്പെടുന്നത്. ആ പുസ്തകം നമുക്ക് മലയാളത്തിൽ കിട്ടിയിരിക്കുന്നത്. അത് ആളൊരു ബിബ്ലിയ അക്കാദമി അത് ഇറക്കിയിട്ടുണ്ട്. ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കണം. ബെനഡിക്ട് മാർപ്പാപ്പയുടെ നസ്രത്തിൽ യേശു 3 വോളിയങ്ങളുണ്ട്. 1-ാമത്തെ വോളിയം അതിൽ 1000 അധ്യായത്തിലെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ അങ്ങനെ തന്നെ വായിക്കുകയാണ്. യേശുവിൻ്റെ മാമോദീസയുടെ ആന്തരികമായ അർത്ഥതലത്തെ പൗരസ്ത്യ സഭ അതിൻ്റെ ആരാധനാക്രമത്തിലൂടെയും ഐക്കണുകളെക്കുറിച്ചുള്ള ദൈവശാസ്ത്രത്തിലൂടെയും കൂടുതൽ ആഴത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പൗരസ്ത്യ സഭകൾ കേട്ടോ, സീറോ മലബാർ സഭക്കാർ കേൾക്കണേ. പൗരസ്ത്യ സഭകൾക്ക് പ്രത്യക്ഷവൽക്കരണ തിരുനാൾ അഥവാ എപ്പിഫനി എന്ന് പറയുന്നത് ജ്ഞാനികളുടെ സന്ദർശനമല്ല, യേശുവിൻ്റെ മാമോദീസയാണ്. അവർ എപ്പിഫനിയുടെ ഉള്ളടക്കവും യേശു ദൈവപുത്രനാണ് എന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആ ഉള്ളടക്കം. ഈസ്റ്ററും തമ്മിൽ അത്യഗാധമായ ബന്ധം കാണുന്നു. എല്ലാ ധർമ്മനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് മത്തായി 3:15 എന്ന് സ്നാപയോഹന്നാനോട് പറഞ്ഞ തിരുവചനത്തിൽ പൗരസ്ത്യ സഭകൾ കാണുന്നത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച്
യേശു പിതാവിനോട് ഉരുവിട്ട പ്രാർത്ഥനയാണ് മത്തായി 26:39. എൻ്റെ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം പോലെയാകട്ടെ. എപ്പിഫനി തിരുനാളിന് ജനുവരി 6 ഒരുക്കമായി ജനുവരി 3-ാം തീയതി ചൊല്ലുന്ന ആരാധനാ ഗീതങ്ങളെല്ലാം വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ചത്തെ പ്രാർത്ഥനകളുമായി ഇണങ്ങുന്നതാണ്. ജനുവരി 4-ാം തീയതിയിലെ ആരാധനാ ഗാനങ്ങൾ പെസഹ വ്യാഴ കർമ്മങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ്. ജനുവരി 5-ാം തീയതിയിലെ ആരാധനക്രമം ദുഃഖവെള്ളിയുടെയും വലിയ ശനിയുടെയും കർമ്മവിധികളുമായി ചേർച്ചയുള്ളതാണ്. ഈ ചാർച്ചാ ബന്ധങ്ങളെ ഐക്കണുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് പൗരസ്ത്യ സഭ. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന് ഐക്കണിൽ ജലത്തെ ദ്രാവക രൂപത്തിലുള്ള കബറിടമായി അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ രൂപമാകട്ടെ കറുത്തിരണ്ട ഗുഹയോ നിലവറയോ ആണ്. അധോലോകമായ പാതാളത്തിന്റെയോ നരകത്തിന്റെയോ ഐക്കണിക ചിത്രമാണ് ഈ ഇരുണ്ട ഗുഹ. എല്ലാ വശത്തു നിന്നും അഗ്നി പടർന്നു പിടിക്കുന്ന ഈ ജലകുടീരത്തിലേക്കുള്ള യേശുവിന്റെ ഇറക്കം പാതാളത്തിലേക്കുള്ള അവന്റെ അവരോഹണത്തിന്റെ മുൻ ആസ്വാദനമാണ്. അവൻ ജലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശക്തനായ മനുഷ്യനെ അവൻ ബന്ധിച്ചു. ലൂക്ക 11:22 എന്നാണ് ജെറൂസലമിലെ വിശുദ്ധ സിറിയിൽ എഴുതിയത്. മറ്റൊരു പദാവലി ഉപയോഗിച്ച് ജോൺ ക്രിസോസ്റ്റം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയതും അവിടെ നിന്ന് കയറിയതും നരകത്തിലേക്കുള്ള ഇറക്കത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രതീക സൂചകമാണ്. അങ്ങനെ യേശുവിന്റെ മാമോദിസായെ ലോക ചരിത്രത്തിന്റെ ആവർത്തനമായി മനസ്സിലാക്കുന്നു. അത് ഭൂതകാലത്ത് അയവിറക്കി സംക്ഷേപിച്ച് ഭാവിയെ മുൻകൂട്ടി അനുഭവിക്കുന്നു. മറ്റുള്ളവരുടെ പാപങ്ങളിലേക്കുള്ള യേശുവിന്റെ പ്രവേശനം നിത്യാഗ്നിയിലേക്കുള്ള അവന്റെ അവരോഹണമായിരുന്നു. എന്നാൽ ദാന്റെയുടെ നരകാഗ്നിയിൽ എന്ന പോലെ കാഴ്ചക്കാരന്റെ റോളിലല്ല അവൻ നിത്യാഗ്നിയിലേക്ക് ഇറങ്ങിയത്. പ്രത്യുത മറ്റുള്ളവരുടെ സഹഭാവത്തിൽ സഹിച്ചവൻ സഹനത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുകയും അതിലൂടെ അധോലോകത്തെ കീഴ്മേൽ മറിക്കുകയും അത്യഗാധ കയത്തിന്റെ കവാടങ്ങൾ ഇടിച്ചു നിരത്തി വലിച്ചെറിഞ്ഞ് അത് മലർക്കെ തുറന്നിടുകയും ചെയ്തു. ദുഷ്ടന്റെ ഭവനത്തിലേക്കുള്ള ഇറക്കമായിരുന്നു യേശുവിന്റെ മാമോദീസ. അവിടെ വെച്ച് മനുഷ്യരെ തടവുകാരായി കൈവശം വെച്ചിരിക്കുന്ന ശക്തനുമായി ലൂക്ക 11:22 അതിശക്തനായവൻ സംഘട്ടനത്തിൽ ഏർപ്പെട്ടു. ഉപജാപത്തിലൂടെയും കപടതന്ത്രത്തിലൂടെയും നമ്മെ കൗശലപൂർവ്വം വഞ്ചിച്ച് കൈകാര്യം ചെയ്യുന്ന ശക്തികളുടെ തടവുകാരാണ് നാം എന്നതാണ് സത്യം. ആ ശക്തികളുമായിട്ടാണ് കർത്താവ് സംഘട്ടനത്തിൽ ഏർപ്പെട്ടത്. ശക്തനായവനെ തോൽപ്പിക്കാൻ ചരിത്രത്തിലുടനീളം ലോകത്തിന് കെൽപ്പില്ലായിരുന്നു. അവനേക്കാൾ ശക്തനായ ഒരുവന് മാത്രമേ, സാത്താനേക്കാൾ ശക്തനായ ഒരുവന് മാത്രമേ അത് അവനെ ബന്ധിക്കാനും തോൽപ്പിക്കാനും കഴിഞ്ഞുള്ളൂ. അതിശക്തനായ യേശുവാകട്ടെ ദൈവമായുള്ള തന്റെ തുല്യതയാൽ ലോകത്തിന്റെ പാപം മുഴുവൻ തന്റെ മേൽ ചുമന്ന് പിന്നെ അതിലൂടെ അവസാനം വരെ സഹിച്ച് അധപതിച്ചവരെ തനത് സ്വഭാവത്തിലേക്ക് യാതൊന്നും നിബന്ധിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ഈ സംഘർഷമാണ് പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്നതും പുതിയ ആകാശവും പുതിയ ഭൂമിയും സജ്ജമാക്കുന്നതുമായ ഉണ്മയുടെ മാനസാന്തരം. ഈ പരിപ്രേക്ഷ്യത്തിൽ നോക്കിയാൽ ക്രൈസ്തവ മാമോദിസ എന്ന കൂദാശ മനുഷ്യജീവിതത്തിന് മാറ്റം വരുത്തുന്ന ആരോഹണത്തിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ സംഘർഷത്തിലുള്ള പങ്കുചേരലിന്റെ ദാനമാണ്. നിങ്ങളത് ഒന്നും കേൾക്കേണ്ടത്. ക്രൈസ്തവ മാമോദിസ എന്ന കൂദാശ മനുഷ്യ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ആരോഹണത്തിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ സംഘർഷത്തിലുള്ള പങ്കുചേരലിന്റെ ദാനമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയില് ഈ സംഘർഷം നടക്കുന്നത് സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് ബസിലിക്കയിൽ ഇരിക്കുന്ന കുറച്ച് പേര് ആ കുർബാന കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് ഈ കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ച മെത്രാന്മാരുവനെ മറുവശത്ത്. അപ്പൊ ആരാണ് സാത്താന്റെ പക്ഷത്ത്? ആരാണ് യേശുവിന്റെ പക്ഷത്ത്? ആരാണോ ഈ കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചത് അവര് ആ കുർബാന നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നു. ആ കുർബാനയാണ് ഞങ്ങളുടെ ജന്മാവകാശം എന്ന് പറഞ്ഞ് കുറച്ചു പേര് ബസിലിക്കയിൽ, കുറച്ചു പേരേ ഉള്ളൂ, ഇരിക്കുന്നു. ആ സംഘർഷമുണ്ടല്ലോ. ബസിലിക്കയിൽ ഇരുന്നിട്ട് ഈ സഭയുടെ കുർബാന വേണമെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കരയുന്ന അവരേർപ്പെട്ടിരിക്കുന്ന സംഘർഷം അത് സാത്താനെയും സാത്താന് ശക്തികളെയും തോൽപ്പിക്കാനുള്ള സമരമാണ്. ക്രിസ്തീയ മാമോദിസയുടെ അർത്ഥം അതാണ്. അല്ലാതെ ഈ തലയിൽ വെള്ളം ഒഴിച്ച് ഇല്ലേ ദിവസം പോയി കുർബാന കണ്ടതുകൊണ്ട് ക്രിസ്തീയ മാമോദിസയാകില്ല. ഇപ്പൊ ശരിക്കും ക്രിസ്തീയ മാമോദിസ ആ സംഘർഷം അതിലേർപ്പെട്ടിരിക്കുന്നത് ഈ കുർബാന കിട്ടാൻ വേണ്ടിയിരിക്കുന്ന സമരത്തിലിരിക്കുന്ന ആളുകളാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മുൻപ്, അവരുടെ പേരുകളാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുക. അവരുടെ വ്യക്തിപരമായ തിന്മകൾ ഒരുപാടുണ്ടായിരിക്കാം. അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് സംഘടനാപരമായ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും
അവരവിടെ ഇരിക്കുന്നത് സത്യമായി കുർബാന കിട്ടാൻ വേണ്ടിയാണ് എന്നതുകൊണ്ടും ആ കുർബാന മുടക്കുന്നത് ആരാണോ അവർ സാത്താന്റെ പക്ഷത്താണ് എന്ന കാര്യം ഇവരോട് തെളിയുന്നത് കൊണ്ടും അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും ആദ്യം. അപ്പൊ ഈ സംഘർഷത്തിന്റെ കാര്യം പറഞ്ഞു. ഈ സാത്താന്റെ അധികാരത്തിന് പരിധി കൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കി? ഇന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇന്ന് നമ്മൾ എങ്ങനെയത് അനുഭവിക്കുന്നത്? എന്താണ് സാത്താന്റെ ശക്തി? സാത്താന്റെ ശക്തി എന്താ? നാം സാത്താനെ ശ്രമിച്ചാലല്ലേ ശക്തിയുള്ളൂ. എന്ന് വെച്ചാൽ നാം പാപം ചെയ്താൽ, കക്കാൻ പറഞ്ഞു കട്ടു, പണം മോഷ്ടിക്കാൻ പറഞ്ഞു മോഷ്ടിച്ചു, അമിതമായി തിന്നാൻ പറഞ്ഞു തിന്നു, നോമ്പ് കാലത്ത് ഇല്ലേ ഇറച്ചി തന്നെ കഴിക്കണം എന്ന് തോന്നി, അതൊക്കെ സാത്താന്റെ നിലപാടുകളാണ്. അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ സാമാന്യവൽക്കരിക്കല്ല, കഴിക്കേണ്ടതൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരാം, അതല്ല ഞാൻ പറഞ്ഞത്. പൊതുവായ ഒരു നിഗമനം എന്താണ്? സാത്താനെ കേൾക്കുക, സാത്താന്റെ വചനങ്ങൾക്ക് അനുസരിക്കുക, അപ്പോഴേ സാത്താന് ശക്തിയുള്ളൂ. സാത്താന്റെ പ്രലോഭനങ്ങൾ നമ്മൾ എതിർത്താലും പിന്നെ സാത്താൻ എന്ത് ശക്തിയുള്ളത്? എന്ന് വെച്ചാൽ നാം പാപം ചെയ്താൽ മാത്രമേ സാത്താന് ശക്തിയുള്ളൂ. ശരിയല്ലേ? നാം നന്മ ചെയ്യുന്നെങ്കിൽ സാത്താന് നമ്മുടെ മേൽ ശക്തിയില്ലല്ലോ. ഇനി പാപം ചെയ്തെന്ന് കരുതുക, അപ്പൊ നമ്മൾ സാത്താന്റെ നുകം നമ്മുടെ കഴുത്തിലെടുത്ത് വെക്കുകയാണ്. നമ്മളും സാത്താനും ഒരു നുകം വഹിക്കുകയാണ്. അപ്പൊ നമ്മൾ സാത്താന്റെ നുഖത്തിന് കീഴിലായി, സാത്താന്റെ ശക്തിക്ക് കീഴിലായി, മരണത്തിന്റെ നുഖത്തിന് കീഴിലായി, മരണത്തിന്റെ ശക്തിക്ക് കീഴിലായി. നമ്മൾ പാപം ചെയ്താൽ നമുക്ക് മരണമാണ് ശിക്ഷ. ആ മരണശിക്ഷയ്ക്കാണ് നരകശിക്ഷ എന്ന് പറയണേ. നമ്മളൊരു മാരക പാപം ചെയ്താൽ നമ്മൾ നരകത്തിലാണ്, നമ്മളൊരു മാരക പാപം ചെയ്താൽ നമ്മൾ മരണത്തിലാണ്, നരകത്തിലാണ്, സാത്താന്റെ നുഖത്തിന് കീഴിലാണ്. പക്ഷെ നമുക്ക് അന്നേരം തിരിച്ചറിവ് വരികയാണ്, അയ്യോ ഞാൻ സാത്താനാണ് ഞാൻ തല വെച്ച് കൊടുത്തത്. തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ കുമ്പസാരക്കൂടിനെ അണയുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഞാനിങ്ങനെ പാപം ചെയ്തു പോയി. കർത്താവ്, ഞാനത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. 3 പേരും തമ്മിൽ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 ആളുകളും പരിശുദ്ധ തൃത്വത്തിൽ 3 ആളുകളും കുമ്പസാരക്കൂട്ടിൽ സന്നിഹിതരാണ്. പിതാവ് ധൂർത്തപ്പത്തിന് ആലിംഗനം ചെയ്തുകൊണ്ട് നമ്മൾ ആലിംഗനം ചെയ്യുന്നു. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് വ്യഭിചാര പ്രവൃത്തിയിൽ ആയിരിക്കുന്ന സ്ത്രീയെ ആ സ്ത്രീക്ക് പാമോചനം കർത്താവ് നമുക്ക് പാമോചനം തരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വരപ്രസാദം എന്ന ആദ്യ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കണേ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ നുഖം എടുത്തു വെക്കുകയാണ്. എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. ശരിയല്ലേ? ഒരു നല്ല കുമ്പസാരം കഴിഞ്ഞാൽ എന്തൊരു മനസമാധാനമാണ്. നമ്മൾ അതുവരെ കൊണ്ടുതന്ന ഭാരം മുഴുവൻ ഇറക്കി വെച്ചു കർത്താവിൻ്റെ അടുക്കൽ. സാത്താന്റെ നുഖം ഒടിച്ചു കളഞ്ഞു, എന്നിട്ട് കർത്താവിന്റെ നുഖം എടുത്തു വെച്ചു. ആ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം 11, 28, 29. അപ്പോൾ ഈ കുമ്പസാരക്കൂടിന് അണയുമ്പോൾ സാത്താന ശക്തി ക്ഷയിക്കുകയാണ്. സാത്താന ശക്തിയില്ല. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യത്തെ താക്കോല് കൊടുത്തിരിക്കുന്നത് പത്രോസിനാണ്. ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് സ്ത്രീകന്മാർക്ക് അവർക്ക് പിൻഗാമികൾക്കുമാണ്. യോഹന്നാൻ 20, 21 മുതൽ 23 വരെ പരിശുദ്ധാത്മാവിലായിരിക്കുന്ന പിൻഗാമികൾ കേട്ടോ. എറണാകുളത്തെ വിമത വൈദികർ അതിൽ പെടില്ല. അതുകൊണ്ട് വിമത വൈദികരടുത്ത് കുമ്പസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മാർപ്പാപ്പയും കർത്താവിനും അനുസരിക്കാത്ത വൈദികരോട് കുമ്പസാരിച്ചിട്ട് നിങ്ങൾ പാപം കൂട്ടാമെന്നല്ലാതെ കുറയ്ക്കാൻ പറ്റില്ല. പിശാചിന്റെ നുഖം ഒന്നുകൂടി ബലപ്പെടുത്താമെന്നല്ല, അതൊരു കാര്യമില്ല. അനുവാദം അധികാരമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് പോയി കല്യാണം കെട്ടിക്കുക, ആ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഒരു വിശേഷമില്ല. നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്ത് ഒബ്ലിഗേഷൻ മാറി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല. കാരണം അതൊന്നും കർത്താവിന് ചേർന്നതല്ല. മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ സന്ദേശത്തിൽ, വിമത വൈദികരെ പിന്തുടരുക അരുത്. അപ്പൊ അവർ പിന്തുടരുന്ന അൽമായരുണ്ടെങ്കിൽ ആ അൽമായർ വിമത വൈദികരോടൊപ്പം തന്നെ, അൽമായ മുന്നേറ്റക്കാരോടൊപ്പം തന്നെ കുറ്റക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ചാൽ ഇല്ലെങ്കിലും കുറ്റക്കാരാണ്. ഞങ്ങൾ നിസ്സഹായരാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. വിശ്വാസത്തിന് വേണ്ടി വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാൾക്കും വിശ്വാസമില്ല. അതുകൊണ്ട് വിശ്വാസം വളരെ എളുപ്പമായിരിക്കണം. യുവാക്കളൊക്കെ സഭയിൽ നിന്ന് വിട്ടുപോകുന്നു, വിശ്വാസം പ്രശ്നമായ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരൊന്നും കർത്താവിന്റെ ആളുകളല്ലെന്നർത്ഥം. മാത്രമല്ല, ഇനി അങ്ങനെ യുവാക്കൾ അങ്ങനെ ഇടർച്ചയ്ക്ക് കൊടുക്കുന്നെങ്കിൽ ഇടർച്ച നൽകിയ തലപ്പത്തിരിക്കുന്ന സഭാ നേതാക്കന്മാര് അവർ നരകത്തിയിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അടിത്തട്ടിലെ കിടക്കാതെ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. വ്യക്തിപരമായ പാപത്തേക്കാൾ വലിയ പാപങ്ങളുണ്ട്. ഉദാഹരണം ഇപ്പൊ നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ കെട്ടുറപ്പ് പൊട്ടിക്കാനായി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട തീവ്രവാദികൾ ഒത്താശയോടെ, പിന്തുണയോടെ ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് കുറച്ച് പേര്. സീറോ മലബാർ സഭയുടെ കെട്ടുറപ്പ് പൊട്ടിക്കാൻ ഒറ്റക്കെട്ടായിട്ട്
വേറൊരു മതത്തിൽപ്പെട്ട തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് നടക്കുന്നവര്, അവർ സാത്താന്റെ നുഖത്തിന് കീഴിലാണ്. അവർ വെറുതെ കുമ്പസാരിച്ച തീർന്ന പാപമല്ല അവരുടേത്. സഭ ഭിന്നിക്കാതിരിക്കൽ എന്ന പേരും പറഞ്ഞ് ഇക്കൂട്ടരെ, ഏത് മത തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് നടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മെത്രാപ്പോലിത്തമാര്, അവരെത്ര തലപ്പത്തുള്ളവരാണെങ്കിലും സാത്താന്റെ പണിയാണ് ചെയ്യുന്നത്. അവരുടെ പാപത്തിലുള്ള ശിക്ഷ ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാതെ പോകുന്ന പാപമായിരിക്കാനാണ് സാധ്യത. വളരെയേറെയാണ് ആ സാധ്യത. കാരണം പാപബോധം നഷ്ടപ്പെടുന്ന മനുഷ്യർ പിശാചായി രൂപാന്തരപ്പെടുകയാണ്. പാപബോധം നഷ്ടപ്പെടുന്ന മനുഷ്യർ പിശാചായി ദുർഭൂതങ്ങളായി മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ കുംഭസാരം എന്ന കൂദാശിയെ എത്രമാത്രം നമ്മൾ അകറ്റി നിർത്തുന്നുവോ അത്രത്തോളം സാത്താന്റെ ശക്തി ജയിക്കും. കുംഭസാരം എന്ന കൂദാശിയെ ശരിയായ തരത്തിൽ നമ്മൾ സമീപിക്കുന്നുവോ സാത്താന്റെ ശക്തിക്ക് പരിധി കൽപ്പിക്കപ്പെട്ടു. ഇതാണ് കർത്താവ് ചെയ്തത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിച്ചു വെക്കുന്നുവോ പിടിച്ചു വെക്കപ്പെടും. ആര്? നിങ്ങൾ പരിശുദ്ധാത്മൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഈ അധികാരം കൊടുക്കുന്നത്. യോഹന്നാൻ 20:21 മുതൽ 23 വരെ. പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്ന അച്ഛന്മാർക്ക് അത് കഴിയും. പരിശുദ്ധാത്മാവിൽ അല്ലാത്ത വിമത വൈദികർക്ക് അത് കഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മൂന്നാമത്തെ തിരുവചന പാഠം കൂടി നോക്കാം. അപ്പൊ നമുക്ക് ഉത്തരം കുറച്ചുകൂടി ക്ലിയർ ആയി വരും. 1 പത്രോസ് 3:18 മുതൽ 18-19 തിരുവചനങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവർ പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കപ്പെട്ട സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായിരുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ടെക്സ്റ്റുകൾ ഒന്നാണിത്. അപ്പൊ ഞാൻ ആദ്യം ഈ വാക്കുകളുടെ ഒരു അപഗ്രഥനം നൽകാം. എന്നിട്ട് എന്തർത്ഥമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന കാര്യം ഞാൻ നമ്മുടെ കത്തോലിക്ക സഭയുടെ നിലപാട് കൃത്യമായിട്ട് ഞാൻ പറയാം. ഈ വാക്കുകൾ അപഗ്രഥിക്കുന്നത് ഇത് കേൾക്കുന്ന കുറച്ച് പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും പിന്നെ ദൈവസഭക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് വേറെ തരത്തിലുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കും ഒന്ന് അറിഞ്ഞിരിക്കും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ അപഗ്രഥനം മൊത്തം നൽകാമെന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലതാണത്. ഈ ജഡത്തിൽ ആത്മാവിൽ അങ്ങനെ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഓർക്കേണ്ടത് യവന തത്വചിന്തയിലെ ദേഹം ദേഹി എന്ന സങ്കല്പമല്ല ഇവിടെയുള്ളത്. കാരണം ദേഹം എന്നതിന് ബോഡി ഇല്ലേ, ദേഹി സോള്. സോൾ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് സാധാരണ വാക്ക് സീക്കെ എന്നാണ്. നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് സീക്കെ. ഇവിടെ ഉപയോഗിച്ച് പ്നൗമ എന്ന വാക്കാണ്. പ്നൗമ. അപ്പൊ അത് ആത്മാവ്. ഈ ദേഹി അല്ല, സോൾ അല്ല, സീക്കെ അല്ല, പ്നൗമയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ മനുഷ്യാത്മാവ് എന്ന അർത്ഥം ഇവിടെ ചേരില്ല. അവൻ മരിച്ചപ്പോഴും അവന്റെ ആത്മാവ് ജീവനോടെ ഇരുന്നു എന്നാണ് അലക്സാണ്ട്രിയയിൽ വിശുദ്ധ ക്ലെമന്റ് വ്യാഖ്യാനിച്ചത്. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് ക്രിസ്തുവിന്റെ അസ്തിത്വത്തിന്റെ 2 മേഖലകളെയാണ് ഉദ്ദേശിക്കുന്നത്. ജഡത്തിൽ എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഭൗമിക ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഉയർപ്പിക്കപ്പെട്ട അവസ്ഥയെ അവതരിപ്പിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തപ്പെട്ട അവസ്ഥ. റോമാലേഖനം 1:3. ജീവദായകനായ ആത്മാവായി മാറി കർത്താവ്. 1 കൊരിന്ത്യസ് 15:45, 1 തിമോത്തി 3:16. ആ അവസ്ഥയാണ് ആത്മാവിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ പാതാളത്തിലേക്കുള്ള ഇറക്കം അല്ല, മരിച്ചു വരുന്നുള്ള ഉയർപ്പിന്റെ സമയത്താണ് അവൻ ആത്മാക്കളെ പ്രസംഗിച്ചതെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അതിനോട് ചേർന്ന് പോകാം ഈ പറഞ്ഞ ആത്മാവിലെന്ന അത് ഈ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ട അവസ്ഥയെയാണ് ആത്മാവിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ ഞാൻ അപഗ്രഥനാണ് പറയണേ. നമ്മുടെ തീരുമാനങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുള്ളൂ. അവൻ ആത്മാവിൽ ചെന്നു എന്നാണ്. ആത്മാവിൽ അവൻ ചെന്നു. ആത്മാവിൽ എന്നതിന് യേശു എല്ലാ മനുഷ്യരെയും പോലെ മരണം അനുഭവിച്ചറിയുകയും മരിച്ചവരുടെ വാസസ്ഥലത്തുള്ളവരുമായി തന്റെ ആത്മാവിൽ ഒന്ന് ചേരുകയും ചെയ്തെന്നാണ് ഒന്നാമത്തെ അർത്ഥം. കത്തോലിക്ക സഭയുടെ മതബോധനം 632. അത് കർത്താവ് മരിച്ചാൽ പോരായിരുന്നു, മരിച്ചവരുടെ താവളത്തിൽ അവൻ താമസിക്കണമായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നരകത്തിൽ വീഴാണ്. അപ്പോ ഈ നഷ്ടപ്പെട്ട ആടെന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആടെന്നാണ്. ഈ നഷ്ടപ്പെട്ട ആടിനെ രക്ഷിക്കാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ വന്നവനാണ് കർത്താവ്. അപ്പൊ നരകത്തിലേക്ക് ഇറങ്ങിയാലേ ഈ ആടിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ മരിച്ചാൽ മാത്രം പോരാ, മരിച്ചവരുടെ താവളത്തിൽ പോകണം, അവരും മറ്റൊന്നാകണം. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം 632.
പക്ഷെ അപ്പോഴും അവൻ ജേതാവായി രക്ഷകൻ എന്ന നിലയിലാണ് ഇറങ്ങി ചെല്ലുന്നത്. നമ്മൾ മരിച്ചതുപോലെയല്ല കർത്താവ് മരിച്ചെന്ന അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം കൂടിയുണ്ട്. ജീവദായകനായ ആത്മാവായി മാറിയ അവസ്ഥയിൽ, അതായത് യേശു ഉത്ഥാനം ചെയ്ത കർത്താവ് എന്ന അവസ്ഥയിലാണ് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചത്. ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് ഈ ആത്മാവിനെന്ന വാക്കിനുള്ളത്. അവൻ ചെന്നു, ആത്മാവിൽ അവൻ ചെന്നു. ഇത് പാതാളത്തിലേക്കുള്ള ഇറക്കത്തെയോ സ്വർഗത്തിലേക്കുള്ള കയറ്റത്തെയോ സൂചിപ്പിക്കാം. ആദ്യത്തേതാണെങ്കിൽ പാതാളത്തിൽ ഇറക്കമാണെങ്കിൽ രക്ഷകൻ എന്ന നിലയിൽ നരകത്തിലേക്ക് ഇറങ്ങിയതിനെ ചിഹ്നപ്പെടുത്തുന്നു. ഈ സ്വർഗത്തിലേക്കുള്ള കയറ്റത്തെയാണെങ്കിൽ യേശു ശരീരത്തോടു കൂടി എഴുന്നേറ്റതിന് ശേഷം ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ പോക്കിനെ തിരുവുത്ഥാനമായിട്ടാണ് ചിലർ മനസ്സിലാക്കുന്നത്. 1 പത്രോസ് 3:22 അങ്ങനെയുണ്ട്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1:19 വാക്യങ്ങളിൽ അങ്ങനെയുണ്ട്. ഒന്ന് മറ്റൊന്നിനെ ഒഴിവാക്കുന്നില്ലെന്നർത്ഥം. പാതാളത്തിലേക്ക് ഇറങ്ങിയവനാണ് സ്വർഗത്തിലേക്ക് കയറുന്നത്. പിന്നത്തെ ഒരു വാക്കാണ് തടവിലുള്ള ആത്മാക്കളോട്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആത്മാക്കളോട്. ഇതാണ് ഏറ്റവും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പ്രയാസം. 4 തരത്തിലാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആ 4 പറയാം. ഞാൻ വീണ്ടും പറയാണ്, എന്നിട്ട് നമ്മൾ ഏത് വ്യാഖ്യാനം സ്വീകരിക്കുന്ന കാര്യം അവസാനം പറയാം. ഈ വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം, ക്രിസ്തു തന്റെ പൂർവാസ്തിത്വത്തിൽ, അതായത് മനുഷ്യാവതാരത്തിന് മുമ്പുണ്ടായിരുന്ന അസ്തിത്വത്തിൽ നോഹയിലൂടെ മഹാപ്രളയകാലത്ത് ആളുകളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരത് നിരാകരിച്ചതിനാൽ അവരിപ്പോഴും തടവിൽ കഴിയുന്ന ആത്മാക്കളാണ്. ഇതാണ് തടവിലുള്ള ആത്മാക്കൾ എന്ന് പറയണേ. 2, മരണത്തിന്റെ മേലുള്ള തന്റെ വിജയത്തെ പാതാളത്തിലുള്ളവരെ യേശു ചെന്ന് അറിയിച്ചു. പക്ഷേ അവിടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു അവസരം കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ല അത്. 3ാമത്തെ വ്യാഖ്യാനം, തന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ഇടയിൽ വലിയ ശനിയാഴ്ച ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ തടവിലായിരുന്ന ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. ഈ വ്യാഖ്യാനമാണ് അലക്സാണ്ടറിൽ വിശുദ്ധ ക്ലെമന്റ് അംഗീകരിച്ചത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വേറെ വ്യാഖ്യാനം ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ പെന്തക്കോസ്തക്കാരും യാക്കോബ സാക്ഷികളും അങ്ങനെയുള്ളവരുടെയൊക്കെ ഇതുകൊണ്ട് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. ക്രിസ്തുവിന്റെ താഴോട്ടുള്ള പാതാളത്തിലേക്കുള്ള ഇറക്കമല്ല, മുകളിലേക്കുള്ള മഹത്വത്തിലേക്കുള്ള കയറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും, മുകളിലേക്ക് പോകുന്ന പോക്കിൽ സ്വർഗങ്ങളുടെ 7 സ്വർഗങ്ങളുണ്ടല്ലോ, അല്ലെ താഴെയുള്ള ഒരു തട്ടില് തടവുകാരായി പൂട്ടിയിട്ടിരിക്കുന്ന പിശാചുക്കളുടെ ലോകത്ത് ചെന്ന് താനാണ് വിജയിയും ജേതാവുമാണെന്ന് അവരറിയിക്കുകയും ചെയ്തതാണ്. ഇതിനകത്ത് കുറച്ചൊരു നല്ല കാര്യമുണ്ട്. തീർത്തും അത് തെറ്റല്ല, പക്ഷെ ഒരു കാര്യം തെറ്റുണ്ട് താനും. നമുക്കത് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കാം. ഇനി ഇതൊക്കെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട സംഗതി, ആത്മാക്കൾ എന്ന് ഇവിടെ പുതിയ നിയമം വിളിക്കുന്നത് മനുഷ്യാത്മാക്കളെയല്ല, അതിസ്വാഭാവിക ജീവികളായ അരൂപികളായ ജീവികളെയാണ്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതേസമയം ആത്മാക്കൾ എന്ന വാക്ക് ഹെബ്രായ ലേഖനത്തിൽ മനുഷ്യാത്മാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് താനും. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ തീർത്തും നിരാകരിക്കുന്ന തരത്തിലല്ല ഈ വ്യാഖ്യാനം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് നമുക്ക് ഏത് നിലപാടെടുക്കാം. ഞാനതിൻ്റെ അപഗ്രഥനം കഴിഞ്ഞു. ഇനി നമ്മൾ കത്തോലിക്ക സഭയുടെ നിലപാടാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവർ പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കപ്പെട്ട സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായിരുന്നു. ആ പട്ടകത്തിൽ ഏതാനും പേർ, എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് അടുത്ത വാക്യം കൂടിയാണ്. ഇതാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ നിലപാടെടുക്കുമ്പോൾ ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല, ദൈവം മനുഷ്യനായ ആളാണ്. ക്രിസ്തു എന്ന മനുഷ്യൻ ദൈവമാണ്, ക്രിസ്തു എന്ന ദൈവം മനുഷ്യനാണ്, പാപമില്ലാത്തവനാണ്. ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണ്. പൂർണ്ണമായും ദൈവം, പൂർണ്ണമായും മനുഷ്യൻ. ഇത് നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ മറക്കാൻ പാടില്ല. 2, പത്രോസ് വരച്ചു വെക്കുന്ന മുഴുവൻ ചിത്രവും നമ്മുടെ കണ്ണിന് നേരെ വെക്കണം. ഞാൻ ഈ വചനം വായിച്ചല്ലോ, ആ മുഴുവൻ ചിത്രവും ഒരു വചനത്തിൽ ഒരു ഭാഗം മാത്രം എടുക്കരുത്, മൊത്തം എടുക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും തെറ്റ് പറ്റാതെ ഒരു നിഗമനത്തിലെത്താൻ. അവൻ ജഡത്തിൽ മരണശിക്ഷ ഏറ്റു എന്നാണ് പത്രോസ് പറയുന്നത്. അത് യേശുവിന്റെ മരണത്തെക്കുറിച്ചാണെന്ന് വ്യക്തമാണല്ലോ. 3:18, 1 പത്രോസ് 3:18. അവൻ ജഡത്തിൽ മരണശിക്ഷ ഏറ്റു എന്ന് വെച്ചാൽ അവന്റെ യേശുവിന്റെ മരണത്തെക്കുറിച്ചാണത്. അതിന് പിന്നാലെ എഴുതുന്നു, അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഇത് ഉത്ഥാനത്തിലേക്കാണ് കൈ ചൂണ്ടുന്നതെന്ന് ആദ്യ വായനയിൽ തോന്നാം. കാരണം ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുക എന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്.
യോഹന്നാൻ 5:21, റോമ 8:11, 1 കൊറിന്തോസ് 15:22. പക്ഷേ പത്രോസ് തന്നെ വേറെ തരത്തിൽ എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇതിനു വേണ്ടിയാണ് മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. പത്രോസ് തന്നെ എഴുതിയിരിക്കുകയാണ് ഇതേ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഈ തിരുവചനത്തെ ആദ്യത്തെ വാക്ക് നോക്കിയാൽ ഇതിനു വേണ്ടിയാണ്. ഏതിനു വേണ്ടി? ആദ്യ പാപത്തിന് ശേഷം ആദാമിന് രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, അതായത് സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും പിശാചും സന്തതിയും തമ്മിൽ സംഘർഷമുണ്ടാകും, പോരാട്ടമുണ്ടാകും, ശത്രുതയുണ്ടാകും. സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും ഈ പിശാചിനെയും പിശാചിൻ സന്തതിയും തോൽപ്പിക്കും. അതാണ് വാഗ്ദാനം. ഉൽപ്പത്തി 3:15. അന്ന് മുതൽ, അതായത് ആദ്യ പാപത്തിന് ശേഷം ആദാമിന് രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം കിട്ടിയ നാള് മുതൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരും, അതായത് കർത്താവിന്റെ മരണം വരെയുള്ള കാര്യമൊക്കെ പറയണേ, അബ്രാഹാം, മോശെ, ദാവീദ് തുടങ്ങിയ സകല തലമുറകളും ജഡത്തിൽ മരിക്കുന്നെങ്കിലും ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതിനു വേണ്ടിയാണ് മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഏതിനു വേണ്ടി? അന്ന് മുതൽ, ആദാം മുതൽ യേശുവിന്റെ കാലം വരെയുള്ള ആ നീതിമാന്മാര് ഉയർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജഡത്തിൽ മരിച്ചവരായ അവരോട് സുവിശേഷം പ്രസംഗിച്ചത്. യേശു പാതാളത്തിലേക്ക് ഇറങ്ങുകയും, കത്തോലിക്ക സഭ മതബോധനം 633, മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തത് തന്റെ സുവിശേഷ ദൗത്യം പൂർണ്ണമായി നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ മതബോധനം 635. മിശിഹ എന്ന നിലയിൽ യേശുവിന്റെ ദൗത്യത്തിന്റെ അന്തിമ ഘട്ടമായിരുന്നു അത്. കാലത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയതാണ്, ഒരു ദിവസമേ ഉള്ളൂ. പക്ഷെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഘട്ടമാണിത്. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കർമ്മം എല്ലാ കാലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. അതായത് പാതാളത്തിൽ കിടക്കുന്ന മനുഷ്യരിലേക്കും കർത്താവിന്റെ രക്ഷ വ്യാപിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 634. മനുഷ്യരെ തടവുകാരായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് കരുതപ്പെടുന്നതും മരിച്ചവരുടെ താവളവുമായ പാതാളത്തിലേക്ക് യേശു ഇറങ്ങിയെന്ന ശക്തമായ പാരമ്പര്യമാണ്, ശക്തമായ സാക്ഷ്യമാണ് പത്രോസ് അവതരിപ്പിക്കണേ. ഈ പാരമ്പര്യത്തിന് അനേകം സഭാപിതാക്കളുടെ സാക്ഷ്യമുണ്ട്. നമ്മൾ ചിലതെല്ലാം കണ്ടു കഴിഞ്ഞു. അതിനാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു എന്നതിനർത്ഥം ഇതാണ്: യേശു മരിച്ചെങ്കിലും അവൻ ആത്മാവിൽ ജീവനുള്ളവനായി തുടർന്നു. അതായത് ദുഃഖവെള്ളിക്കും ഉയർപ്പ് ഞാറിനും ഇടയിൽ ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ ആത്മാവ് ശരീരത്തോടു കൂടെ അല്ലാതെ പാതാളത്തിലേക്ക് ഇറങ്ങി. അതുമല്ലെങ്കിൽ ഉയർപ്പ് ഞായറാഴ്ച അവന്റെ ആത്മാവും ശരീരവും വീണ്ടും ഒന്നിച്ചപ്പോൾ തേജസാർന്ന ശരീരത്തോടും ആത്മാവോടും കൂടെ പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു. ഇതാണ് ഒരു വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം സ്വീകരിക്കാമോ? അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത വചനം കൂടെ ഒന്ന് പരിഗണിക്കാം. നാം പരിഗണിക്കുന്ന പ്രശ്നത്തിന്റെ കേന്ദ്രം അതാണ്. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. 3:19. അവരാകട്ടെ നോഹയുടെ കാലത്ത് ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ചരിത്രപരമായി നമുക്കറിയാം, മഹാപ്രളയകാലത്ത് നശിച്ചു പോയ ദുഷ്ടരുടെ ആത്മാക്കളാണിത്. പക്ഷെ പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് പ്നൗമാത്ത എന്നാണ്. പ്നൗമാത്ത അത് ചരിത്രപരമായ അർത്ഥം മാത്രമല്ല, മരിച്ചവരുടെ ആത്മാക്കൾ എന്ന അർത്ഥം ഉപയോഗിക്കുന്ന വാക്കല്ല ഇത്. ഞാൻ പറഞ്ഞു, ഹെബ്രായ ലേഖനം 12:23 മാത്രമാണ് ഒരു അപവാദമുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ വ്യാഖ്യാനം പറഞ്ഞത്. പക്ഷെ പത്രോസ് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ആത്മാക്കൾ ഉപയോഗിക്കുന്ന വാക്ക് പ്നൗമാത്ത എന്നാണ്. അത് മരിച്ചവരുടെ ആത്മാക്കൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മാത്രമല്ല, എന്തിനാണ് ഈ ആത്മാക്കൾ, അതായത് നോഹയുടെ കാലത്ത് ആത്മാക്കളുടെ അടുത്തേക്ക് മാത്രം പോയത്? അവര് പശ്ചാത്തപിച്ചത് കൊണ്ടോ? അങ്ങനെ പശ്ചാത്തപിച്ചെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്തുകൊണ്ട് മരിച്ച മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയില്ല എന്ന ചോദ്യം വരും. വിപരീത ദിശയിൽ ഈ പ്നൗമാത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശപിക്കപ്പെട്ടവർക്കുള്ള ഉദാഹരണമായിട്ടാണ്. മഹാപ്രളയകാലത്തെ ദുഷ്ടരെ ചിത്രീകരിക്കാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കാസ് 17:26-27 വാക്യത്തിൽ 2 പത്രോസ് 2:5 കാണാം. ദൈവത്താൽ ശപിക്കപ്പെട്ടവർക്കുള്ള ഉദാഹരണമാണ് പ്നൗമാത്ത എന്ന വാക്ക്. ഈ ആത്മാക്കൾ എന്ന പറയുന്നത് തടവിലുള്ള ആത്മാക്കൾ എന്ന് പറയണേ. അതായത് ഇത് മനസ്സിലാക്കാൻ ആധുനിക പാണ്ഡിത്യം നമ്മെ സഹായിക്കുന്നുണ്ട്. യഹൂദ ക്രിസ്ത്യാനികൾക്കും പരിചിതമായിരുന്ന പല പ്രാചീന രേഖകളും ആധുനിക ഗവേഷകർ കണ്ടെത്തി. അത്
അപ്രാമാണിക സുവിശേഷങ്ങളും പുസ്തകങ്ങളുമാണ്. ഞാൻ അപ്രാമാണികം എന്ന് പറയുമ്പോൾ നമ്മുടെ ചില മെത്രാന്മാർക്ക് കലി കയറും. അവർക്ക് അപ്രാമാണികം എന്ന് പറഞ്ഞാൽ വായിക്കാനേ പാടില്ലാത്ത വിചാരം. അങ്ങനെയല്ല അത്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനൊക്കെ ഒന്ന് വായിച്ചാൽ, മെത്രാന്മാരോട് ഞാൻ പറഞ്ഞേ, അച്ഛന്മാരോടും, ഈ അപ്രാമാണികേത് പ്രാമാണികമേത് മാണിപ്പമ്പച്ചനെല്ലാം കൂട്ടിക്കുഴച്ച് മറുപടി പറയാണ്, ഉത്തരം പറയാണ്, ജനങ്ങളൊക്കെ കൺഫ്യൂഷൻ ആകുകയാണെന്നൊക്കെ പറയാറുണ്ട്. മെത്രാന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെത്രാൻ ഇല്ലേ ഈ മാണിപ്പമ്പച്ചന്റെ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ വർഗീയവിധത്തിൽ പിതാവ് പറഞ്ഞു പ്രസിദ്ധപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഒരു മെത്രാപ്പൊലീത്ത പറഞ്ഞു പ്രസിദ്ധപ്പെടുത്തരുത്. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന സീറോ മലബാർ സഭയുടെ തലവനെന്ന വർഗീയവിധത്തിൽ പിതാവ് പറഞ്ഞു അല്ല, പ്രസിദ്ധപ്പെടുത്തണം, കാരണം ഇതാണ് ശരിക്കുള്ള പ്രബോധനം. അപ്പോൾ നമ്മുടെ മെത്രാന്മാരുടെ അറിവില്ലായ്മ, നമ്മുടെ അച്ഛന്മാരുടെ അറിവില്ലായ്മ എന്തുമാത്രം കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ പറയുന്നത് യഹൂദ ക്രൈസ്തവർക്ക് പരിചിതമായിരുന്ന അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. യൂദാസിന്റെ ലേഖനം എടുത്ത് നോക്കിയേ. യൂദാസിന്റെ ലേഖനത്തിലെ ഹേനോക്ക് എന്ന് പറഞ്ഞ പുസ്തകം ഉപയോഗിച്ചിട്ടില്ലേ? അത് അപ്രാമാണിക പുസ്തകമല്ലേ എന്ന് വിചാരിച്ച് അപ്രാമാണികത്തിൽ പറഞ്ഞത് എല്ലാം ശരിയാണെന്നല്ല. ബൈബിളിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്രാമാണിക പാരമ്പര്യങ്ങൾ സഹായിക്കുമെന്നാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് അപ്രാമാണികം മുഴുവൻ ശരിയാണെന്നല്ല, അപ്രാമാണികം മുഴുവൻ പ്രാമാണികമാക്കണമെന്നുമല്ല. പക്ഷേ അപ്പോൾ ആധുനിക പണ്ഡിതന്മാര് ഈ യഹൂദ ക്രൈസ്തവർക്ക്, പത്രോസിനെ പോലെയുള്ള യഹൂദ ക്രൈസ്തവർക്ക് പരിചിതമായിരുന്ന ചില ഗ്രന്ഥങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് ഹേനോക്കിന്റെ 1-ാം ഗ്രന്ഥം, മറ്റൊന്ന് ജൂബിലികളുടെ പുസ്തകം. മഹാപ്രളയത്തിന് മുമ്പ് മനുഷ്യപുത്രിമാരുമായി അനിയത അബ്നോർമൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് രാക്ഷസന്മാരെ നെഫിലിം ജനിപ്പിച്ച ദൈവപുത്രന്മാര്, ഉൽപ്പത്തിയുടെ പുസ്തകം 6:2, അത് വിമത മാലാഖമാരായിരുന്നെന്നാണ് ഈ രചനകൾ പറയണേ. ഞാൻ ഒന്നുകൂടി പറയാം. ഉൽപ്പത്തി പുസ്തകത്തില് 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങളില് ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരെ സുന്ദരികളെന്ന് കണ്ട് തരുണികളെന്ന് കണ്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് രാക്ഷസന്മാരെ സൃഷ്ടിച്ചു. ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് വിമത മാലാഖമാരാണ്. വിമത മാലാഖമാര്. ആ വിമത മാലാഖമാരാണ്, വീണുപോയ മാലാഖമാരാണ് പിശാചുക്കള്. അപ്പോൾ ഉത്ഭവ പാപത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വ്യാഖ്യാനമാണിത്. ഇത്രയും ചാവുകളുടെ ചുരുളുകളിലും കാണാം, കുമ്രൻ ചുരുളുകളിലും കാണാം. ഇത് ആത്മാക്കളായതുകൊണ്ട്, വീണുപോയ മാലാഖമാര് പിശാചുക്കളായി മാറിയ ആത്മാക്കളായതുകൊണ്ട് മഹാപ്രളയത്തിലെ ജലം കൊണ്ട് അവരെ നശിപ്പിക്കാൻ കഴിയില്ല. അവരുടെ അന്തിമനാശം സംഭവിക്കുന്നത് വരെ കർത്താവ് അവരെ പാതാളത്തിലെ കാരാഗ്രഹത്തിൽ തടവറയിൽ സൂക്ഷിച്ചു. 1 ഹേനോക്ക് 14:5, 18, 14 കാണാം. ഹേനോക്കിന്റെ 2-ാം പുസ്തകം അനുസരിച്ച് അവരെ പാതാളത്തിലല്ല, സ്വർഗത്തിന്റെ താഴെയുള്ള 7 സ്വർഗങ്ങളിൽ 2-ാം തട്ടിലുള്ള സ്വർഗം, 2-ാം സ്വർഗത്തിലാണ് അവരെ സൂക്ഷിച്ചത്. അങ്ങനെ അത് 2 ഹേനോക്കിന്റെ ഹേനോക്കിന്റെ 2-ാം പുസ്തകത്തിൽ പറയുന്നതാണ്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന കാര്യം, ഈ സ്വർഗത്തിന് 2-ാം തട്ടിലാന്നുള്ളതിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഈ കത്തോലിക്ക സഭ വിട്ടുപോയ പലരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതാണ് അതിന്റെ പ്രശ്നം എന്തെന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ രേഖകളിലൊക്കെ വെളിച്ചത്തിൽ, അപ്രാമാണിക രേഖകൾ വെളിച്ചത്തിൽ തടവിലുള്ള ആത്മാക്കൾ എന്നത് മനുഷ്യാത്മാക്കളല്ല, വീണുപോയ മാലാഖമാരാണ് എന്ന നിഗമനത്തിലെത്താം. കാവൽക്കാർ എന്നും അവരെ വിളിച്ചിരുന്നു, ദൈവപുത്രന്മാർ എന്നും വിളിച്ചിരുന്നു. ഈ ദൈവത്തെ ധിക്കരിച്ച് വിമതരായി മാലാഖമാര് പിശാചുക്കളായി മാറി. ഇവരാണ് മനുഷ്യരെ ആദ്യ പാപത്തിന് പ്രേരിപ്പിച്ചത്. ആദാമിനെയും ഹവ്വയെയും പ്രേരിപ്പിച്ച പാമ്പ്, ആദ്യ സർപ്പം, അത് ഈ വിമത മാലാഖയായിരുന്നു. അനുസരണമില്ലാതെ വിമതരായി തന്ന മാലാഖമാര് ദൈവപുത്രന്മാർന്നും ഗന്ധർവന്മാർന്നൊക്കെ പറയും. മഹാപ്രളയകാലത്ത് ഹെർമോൻ മലയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി സ്ത്രീകളെ വശീകരിച്ച് അവരുമായി അനിയത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് രാക്ഷസന്മാരായ മക്കളെ ജനിപ്പിച്ച് അവർക്ക് വിലക്കപ്പെട്ട അറിവുകൾ അഥവാ ദുർമന്ത്രവാദം പകർന്നു കൊടുത്ത് ലോകത്ത് അക്രമവും നാശവും വിതച്ചു. ഉത്ഭവപാപത്തിന്റെ ഒരു ചക്രവാളമാണിത്. മഹാപ്രളയം മൂലം ഭൂമി ശുദ്ധീകരിക്കുന്ന ദൈവം തീരുമാനിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മാലാഖമാരെ ആത്മാക്കൾ എന്ന് വിളിക്കുന്ന രീതി പുതിയ നിയമത്തിലുമുണ്ട്. മത്തായി 12:43, 12:45, ലൂക്ക 10:20, ഹെബ്രായർ 1:14. ഉത്തിതനായ ക്രിസ്തു എല്ലാ സ്വർഗങ്ങളിലെയും കടന്നു പോവുകയും എഫേസസ് ലേഖനം 4:8-10, ഹെബ്രായർ ലേഖനം 4:14, 1 തിമോത്തി 3:16, ഫിലിപ്പ് ലേഖനം 2:9 സകല വിരുദ്ധ ശക്തികളെയും തോൽപ്പിച്ച് തന്റെ കാൽ കീഴിലാക്കുകയും ചെയ്തു. എഫേസസ് 1:20, 22, 4:8. അനുസരണക്കേടിലൂടെ പിശാചുക്കളായി തീർന്ന ദുഷ്ടാത്മാക്കളുടെ താവളത്തിൽ ചെന്ന് യേശു താൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനാണ് പാതാളത്തിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് അവസാനം പറഞ്ഞ കാര്യം. ഉത്തമനായ ക്രിസ്തു എല്ലാ സ്വർഗങ്ങളിലൂടെയും കടന്നു പോവുകയും സകല വിരുദ്ധ ശക്തികളെയും തോൽപ്പിച്ച് തന്റെ കാൽ കീഴിലാക്കുകയും ചെയ്തു.
അനുസരണക്കേടിലൂടെ പിശാചുക്കളായി തീർന്ന ദുഷ്ടാത്മാക്കളുടെ താവളത്തിൽ ചെന്ന് യേശു തന്റെ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് താൻ ഉയർത്തെഴുന്നേറ്റുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ വീണ്ടും ചോദ്യം, ഈ ആത്മാക്കളെ തടവുകാരായി സൂക്ഷിച്ചത് പാതാളത്തിലാണോ അതോ രണ്ടാം സ്വർഗം എന്ന് വിളിക്കുന്ന സ്ഥലത്താണോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്ത് പറുദീസ് എന്നറിയപ്പെടുന്ന മൂന്നാം സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കില് 2 കൊരിന്തോസ് 12:1-4 രണ്ടാം സ്വർഗത്തിൽ ഇറങ്ങി അവിടെ തടവിലായിരുന്ന വിമത മാലാഖമാരായ പിശാചുക്കളോട് താൻ അവരെ തോൽപ്പിച്ചുവെന്നും താനാണ് ജേതാവും വിജയമെന്ന് പ്രഖ്യാപിച്ചുവെന്നും വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. കാരണം അനുസരണമില്ലാത്ത മാലാഖമാരെ ചങ്ങലയിട്ട് തടവിലിട്ടിരുന്നത് രണ്ടാം സ്വർഗത്തിലല്ല, പാതാളത്തിന്റെ ഇരുട്ടിലാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 633. ഭയത്തിന്റെ മൂടലിലും ആയിരുന്നെന്ന് തിരുവചനങ്ങൾ സ്പഷ്ടമാക്കുന്നുണ്ട്. 2 പത്രോസ് 2:4, യൂദാസിന്റെ ലേഖനം 6 വാക്യം 6. അപ്പോ ഈ രണ്ടാം സ്വർഗത്തിലാണ് ഇല്ലേ കർത്താവ് മൂന്നാം സ്വർഗത്തേക്ക് പോകുമ്പോൾ രണ്ടാം സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. പാതാളത്തിന്റെ ഇരുട്ടിലാണ്. അവിടെയാണ് തടവറയിൽ ഇട്ടിരിക്കുന്നത്. ഈ പാതാളം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ താവളെന്ന് പറഞ്ഞു. നരകം പാതാളക്ക് പറഞ്ഞാൽ ഒന്ന് തന്നെ, രണ്ടിനും 2 വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും ഒരേ അർത്ഥമാണ്. പക്ഷേ എല്ലാം ഒരുപോലെയല്ല. ഈ പാതാളം മരിച്ചവരുടെ താവളമാണെങ്കിലും അവിടെ എല്ലാം ഒരുപോലെയല്ല. അത് കർത്താവ് വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ. ധനവാൻ ചെന്ന് വീഴുന്നത് അഗ്നിതടാകത്തിലാണ്. ഈ ലാസറ്, ഭൂമിയിൽ ഒന്നുമില്ലാതിരുന്ന ലാസറ് അബ്രഹാമിന്റെ മടിത്തട്ട് പറയുന്ന വളരെ ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ പാതാളം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നെങ്കിലും മരിച്ചവരുടെ താവളമാണെങ്കിലും എല്ലാവിടെയും ഒരുപോലെയല്ല. അവിടെ ഒന്ന് അഗ്നിതടാകം എന്ന് പറഞ്ഞ പിശാചുക്കളെ ഇരുട്ടിലിട്ടിരിക്കുന്ന, ഈ പിശാചുക്കളെ തടവിലിട്ടിരിക്കുന്ന ഇരുട്ടറ അഗ്നിതടാകം. മറ്റൊന്ന് വിശുദ്ധര് ആയിരിക്കുന്നവര്, കർത്താവിനെ കാത്തിരുന്ന അബ്രഹാമിന്റെ മടിത്തട്ട്. ഞാൻ ഒന്നുകൂടി പറയാണ്, പാതാളം എന്ന് പറഞ്ഞാൽ നരകം തന്നെ. ഹീബ്രുവിൽ ഷിയോൾ എന്ന് പറയും, ഗ്രീക്കിലെ ഹാദസ് എന്ന് പറയും, ഇംഗ്ലീഷിലെ ഹെയ്ഡ്സ് എന്ന് പറയും. ഹാദസ് ആണ് ഹെയ്ഡ്സ് ആയത്. മരിച്ചവരുടെ താവളമാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം 637. അവിടെയുള്ളവർക്ക് ദൈവദർശനം ലഭിക്കുന്നില്ലായിരുന്നു. ദുഷ്ടരായാലും നീതിമാന്മാരായാലും എല്ലാവരും മരിച്ചവരും എത്തിച്ചേർന്ന് അവിടെയാണ്. പക്ഷേ എല്ലാവരുടെയും സ്ഥിതി ഒരുപോലെയല്ല. ദുഷ്ടർ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അഗ്നിതടാകത്തിലാണ്, നല്ലവര് അബ്രഹാമിന്റെ മടിത്തട്ടിലാണ്. ലൂക്കാസ് 16:22-26 പറഞ്ഞിട്ടുണ്ട്. ഈ നീതിമാന്മാർ രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തന്റെ ദൈവിക ആളത്വത്തോട് ചേർന്ന യേശു തന്റെ ആത്മാവിൽ പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് ഇറങ്ങിയിട്ട് പഴയ നിയമത്തിലെ നീതിമാന്മാരെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ നീതിമാന്മാരുടെ ഉയർപ്പാണ് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 52-53 വാക്യങ്ങളിൽ. കർത്താവ് മരിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി, പലരുടെയും ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നീതിമാന്മാർ ഉയർപ്പിക്കപ്പെട്ടു. യേശു ഉത്ഥാനത്തിന് ശേഷം അവർ ബന്ധുക്കൾക്കും അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ഒരാളാണ് മത്തായി ശ്ലീഹ. 1 പത്രോസ് 4:6 കത്തോലിക്ക സഭയുടെ മതബോധനം 637 ഇത് കാണാം. ഇത് യേശുവിന്റെ മരണസമയത്ത് യേശുവിന് മുമ്പ് മരിച്ച നീതിമാന്മാരുടെ കഥയാണ്. യേശുവിന് ഉത്ഥാനത്തിന് ശേഷം മരിക്കുന്നവരുടെ സ്ഥിതി എന്താണ്? ഞാൻ ഈ മരിച്ചവരുടെ ദിനത്തിലുള്ള എനിക്കൊന്നൊരു 5-6 വീഡിയോസ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. ഇത് പലർക്കും അറിയില്ല എന്നുള്ള കാര്യം വലിയ സങ്കടമാണ്. പിന്നെ ഞാൻ മഞ്ഞാക്ലച്ചന് കൊടുത്ത മറുപടിയിലും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുകയാണ്. ഇപ്പോൾ യേശുവിന് ഉത്ഥാനത്തിന് ശേഷം മരിക്കുന്നവരുടെ സ്ഥിതി എന്താണ്? നമ്മൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത്, ഹിന്ദുക്കൾ ആത്മാവെന്ന് പറയുന്ന അർത്ഥത്തിലല്ല നമ്മൾ ആത്മാവെന്ന് പറയണേ. ഗ്രീക്കുകാർ ആത്മാവെന്ന് പറയുന്ന അർത്ഥത്തിലല്ല നമ്മൾ ആത്മാവെന്ന് പറയണേ. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാനായിട്ട് മാതാപിതാക്കളോട് പറയുകയാണ്. അങ്ങനെ മാതാപിതാക്കൾ ശരീരം കൊടുക്കുമ്പോൾ ആ ആത്മാവ് എന്ന് പറയുന്നത് ആളായി മാറും, ആണ്. അപ്പൊ അതിനുശേഷം, അതായത് ഒരു മനുഷ്യ കുഞ്ഞ് ഗർഭത്തിലായി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ആത്മാവെന്ന് പറയുന്നത് ആളെയാണ്, അല്ലാതെ ശരീരത്തെ വേറിട്ട ആത്മാവെന്ന അർത്ഥത്തിലല്ല. ശരീരം എന്ന് പറഞ്ഞാലും ആളാണ്. ശരീരത്തിന് ഉയർപ്പിലും വിശ്വസിക്കുന്നു നമ്മൾ വിശ്വാസ പ്രമാണിച്ച് ചൊല്ലുമ്പോൾ ആളുടെ ഉയർപ്പിൽ, ആത്മാവിന്റെ ഉയർപ്പിലല്ല, ആളുടെ ഉയർപ്പിൽ, ആളായി തീർന്ന ആത്മാവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ ശരീരം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളെയാണ്, ആള്. അപ്പോൾ നമ്മൾ ആളായി മാറിയ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു, അതാണ് മരണം. അപ്പോൾ തന്നെയാണ് വിധി, തനത് വിധി. തനത് വിധി എന്ന് പറഞ്ഞാൽ, വിധി എന്ന് പറഞ്ഞാൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. നരകത്തിൽ പോകണമെങ്കിൽ നമ്മളൊരു മാരകപാപം ചെയ്യുകയും പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും ഒരു മാരകപാപം ചെയ്യുകയും പശ്ചാത്തപിക്കാതെ മരണം വരെ ആ പാപത്തിൽ തുടരുകയും ചെയ്താൽ നമുക്ക് നരകശിക്ഷയാണ്.
അത് ദൈവം ശിക്ഷിക്കുന്നതല്ല, നമ്മൾ പാപം കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് നരകം. ഞാൻ ഒന്നുകൂടി പറയാം, നരകത്തിൽ പോകണമെങ്കിൽ നമ്മൾ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും ഒരു മാരക പാപം ചെയ്യുകയും പശ്ചാത്തപിക്കാതെ അനുതപിക്കാതെ കുമ്പസാരിക്കാതെ ആ മാരക പാപത്തിൽ തുടരുകയും ചെയ്ത് ആ മാരക പാപത്തിൽ മരിച്ചാൽ നരകശിക്ഷയാണ്. മറ്റെല്ലാവർക്കും സ്വർഗമാണ് പ്രതിഫലം. സ്വർഗം പ്രതിഫലം കിട്ടിയാലും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല. കാരണം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണനായിരിക്കുക. ദൈവത്തിന്റെ പരിപൂർണതയ്ക്കൊപ്പമുള്ള പരിപൂർണതയില്ലാതെ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയില്ല. ഹൃദയശുദ്ധിയില്ലാതെ കാണാൻ കഴിയില്ല. അപ്പോൾ സ്വർഗത്തേക്ക് പ്രതിഫലം കിട്ടിയാലും ദൈവത്തെ കാണാന്നുള്ളത്, നേരിട്ട് കാണാന്നുള്ളത് അടുത്തൊരു സ്റ്റെപ്പാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടി ദൈവത്തെ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണത്തിന്റെ ഒരു ഗ്രേസ് പീരീഡ് അനുവദിക്കും. അതിനെയാണ് ശുദ്ധീകരണത്തിൽ എന്ന് പറയുന്നത്. ഇത് കത്തോലിക്കരായ ഒരുപാട് വൈദികർക്ക് ഇത് അറിയാൻ പാടില്ല. എന്നിട്ട് അവര് മരിച്ച മൃതസംസ്കാര ശുശ്രൂഷയുടെ എവിടെയാണെങ്കിലും പിന്നെ ഈ മരിച്ചവർക്ക് വേണ്ടി തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴൊക്കെ ഈ കാര്യം അറിയാതെയാണ് പ്രസംഗിക്കണേ. എന്നിട്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താണെന്ന് പറയുകയും ചെയ്യും. ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനമാണ് ഞാൻ ഈ പറയണേ. ഇതിന് മറിച്ച് കത്തോലിക്ക സഭയ്ക്ക് പ്രബോധനം ഇല്ല. ഞാൻ ഈ പറഞ്ഞതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മഞ്ഞാക്കളച്ചൻ കൊടുത്ത മറുപടിയിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മരിച്ചവരുടെ സ്ഥിതി. അപ്പോൾ ഈ തനത് വിധി എന്ന് പറഞ്ഞല്ലോ, പൊതുവിധി എന്ന് പറഞ്ഞത് അതേക്കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തനത് വിധി എന്ത്, പൊതുവിധി എന്ത്, എന്താണ് സംഭവിക്കണേ, തനത് വിധി മാറ്റിമറിക്കലാണോ പൊതുവിധിയിൽ നടക്കണേ, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കാണുക. അപ്പോൾ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. കർത്താവിനെ കാത്തിരുന്ന നീതിമാന്മാരുടെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി അവരെ ഉയർപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 27, 52, 53. അതാണ് കർത്താവ് ചെയ്ത ഒരു കാര്യം. മറ്റൊരു കാര്യം, ശപിക്കപ്പെട്ടവരായ വിമത മാലാഖമാരെയോ അവരുടെ ശാപസ്ഥലമായ നരകത്തെയോ ഉത്തരനായ കർത്താവ് നശിപ്പിച്ചില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 633. ശപിക്കപ്പെട്ടവരായ വിമത മാലാഖമാര്, അതായത് സാത്താൻ, പിശാച്, അവരെയോ അവരുടെ ശാപസ്ഥലമായ നരകത്തെയോ ഉത്തരനായ കർത്താവ് നശിപ്പിച്ചില്ല. പ്രത്യുത നരകപിശാചുകളുടെ മുമ്പിൽ ചെന്ന് താൻ അവരെ തോൽപ്പിച്ചുവെന്നും തിന്മയെ കീഴടക്കിയെന്നും അവർ മൂലം മനുഷ്യർക്ക് വരുത്തിവെച്ച ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്തെന്നും അത് തന്നെ രക്ഷാകര മരണത്താൽ വിമത മാലാഖമാരെ തകർത്ത് ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ടാണെന്നും യേശു പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് അവർ നശിപ്പിച്ചില്ലെന്ന കാര്യം നമ്മൾ മുമ്പ് കണ്ടതാണ്. മനുഷ്യനായിരിക്കണമെങ്കിൽ തിന്മ ഉണ്ടാകണം, അതുകൊണ്ട് ആ തീർത്തും നശിപ്പിക്കാതിരുന്നേ. എങ്കിലും അവരെ, ഈ പിശാചുക്കളെയും വിമത മാലാഖമാരെയും തകർത്ത് ചിഹ്ന ഭിന്നമാക്കി എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. മരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടല്ല, മരണത്തിലൂടെ കടന്നു പോയിട്ടാണ് യേശു തിന്മകളുടെ പൈശാചിക ശക്തിയെ തകർത്തത്. മരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടല്ല, മരണത്തിലൂടെ കടന്നു ചെന്ന് മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത തരത്തിൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അപ്പസ്തോല നടപടിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ മരണപാശങ്ങൾ എന്ന വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ച് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ പറയുന്നത് കൊണ്ടല്ല, മാണിപ്പറമ്പലച്ചൻ പറയുന്നത് കൊണ്ടല്ല. ഈ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണണം, എന്നിട്ട് നോട്ട് കുറിക്കണം. ഒരുപാട് രഹസ്യങ്ങളിലേക്കുള്ള കവാടമാണ് നമ്മുടെ വീഡിയോസ്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടല്ല, മരണത്തിലൂടെ കടന്നു പോയിട്ടാണ് യേശു തിന്മകളുടെ പൈശാചി ശക്തിയെ തകർത്തത്. ജേതാവായി പാതാളത്തിന്റെ ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് റോമാലേഖനം 10:6-7, ഹെബ്രായലേഖനം 13:20, ശ്ലീഹന്മാരുടെ നടപടി 2:24, 2:31, മത്തായി 12:40 തന്റെ മരണം വഴി മരണത്തെയും മരണത്തിന്റെ മേൽ ആധിപത്യമുണ്ടായിരുന്ന പിശാചിനെയും കൂട്ടരെയും, അതാണ് തടവിലുള്ള ആത്മാക്കള്, കീഴടക്കിയെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു യേശു. ഹെബ്രായലേഖനം 2:14, കത്തോലിക്ക സഭയുടെ മതബോധനം 636. അതെ, പിശാചിനെ തകർത്ത ലോകത്തിന്റെ രക്ഷകൻ താനാണെന്ന് അറിയിക്കാനായി നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് മരണത്തിലൂടെയാണ്. എന്നിട്ട് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ ഉത്തരനായ യേശു കൈക്കലാക്കി. വെളിപാട് 1:18 പിശാചിന്റെ ശക്തിക്ക് പരിധി നിശ്ചയിച്ചു. ഇത് തന്നെയാണ് മതമർദ്ദനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സത്യവിശ്വാസികളോട് പത്രോസിന് നൽകാനുള്ള നിർദ്ദേശം. മരണത്തിലൂടെ കടന്നുപോയി മരണത്തെ കീഴ്പ്പെടുത്തിയ യേശുവിന്റെ ഒന്നാവുക. അപ്പോൾ പിശാചിന്റെ മേൽ നിങ്ങൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കും. ഒരു കാര്യം കൂടെ ചോദിക്കാലോ, എത്ര നാളത്തേക്കാണ് ഈ സാത്താനെ പാതാളത്തിലെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്? അതിന് ഉത്തരമാണ് വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ. അനന്തരം ഒരു മാലാഖ അത്യഗാധത്തിന്റെ, അതായത് പാതാളത്തിന്റെ താക്കോലും വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു.
അവൻ ഉഗ്രസർപ്പത്തെ, പിശാചും സാത്താനുമായ പുരാതന പാമ്പിനെ തന്നെ പിടിച്ച് 1000 സംവത്സരങ്ങളിലേക്ക് ചങ്ങലക്കിട്ടു. 1000 സംവത്സരം കഴിയുമ്പോളം ജനതകളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അത്യഗാധത്തിൽ പാതാളത്തിൽ തള്ളിയിട്ട് വാതിൽ അടച്ചുപൂട്ടുകയും അതിനു മീതെ മുദ്ര വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. കുരിശിന് മുകളിലെ വാചകം നോക്കിയിട്ടുണ്ട് നിങ്ങൾ? ലത്തീനിലും നമുക്ക് അറിയാം, INRI, യേസുസ് നസ്രയനുസ് റെക്സ് യുദയോരും. നസ്രായക്കാരൻ യേശു, യഹൂദരുടെ രാജാവ്. ഹീബ്രുവിലും അത് എഴുതിയിരുന്നു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക്. ഹീബ്രുവിൽ എങ്ങനെയാണ്? യശുവ ഹ നസറി വും മെലേക് ഹ യഹൂദി, യഹൂദിം. അപ്പം അതിന്റെ ഷോർട്ട് ഫോം എടുത്താൽ യാഹ്വേ, ദൈവമായ യാഹ്വേ കുരിശിൽ കിടക്കുക രാജാവായിട്ട്. യാഹ്വേ രാജാവായി ലോകത്തെ ഭരിക്കുകയാണ്. അപ്പൊ 1000 വത്സരത്തേക്ക് എന്ന് പറഞ്ഞാൽ കുരിശുമരണം തുടങ്ങി രണ്ടാമത്തെ ആഗമനം വരെ, കുരിശുമരണം തുടങ്ങി ദ്വിതീയാഗമനം വരെയുള്ള ആ സമയത്തെയാണ് 1000 വത്സരം എന്ന് ബൈബിളിൽ പറയുന്നത്. ഇതാണ് ഈ 1000 വത്സരം. ഇപ്പോൾ യേശുവിന്റെ ഭരണമാണ്. യേശുവിന്റെ ഭരണമാണ്. 800 കോടി മനുഷ്യരല്ലേ, അതിൽ 240 കോടി ക്രിസ്ത്യാനികളാ. യേശുവിന്റെ 2000 കൊല്ലമായിട്ടുള്ള ഭരണം തുടങ്ങിയിട്ട് 800 കോടി മനുഷ്യരിൽ 240 കോടി ക്രിസ്ത്യാനികളാണ്. അപ്പോൾ യേശുവിന്റെ ഭരണത്തിന് കീഴിലാണ്. മറ്റുള്ളവരിലും സത്യമുള്ളവരുണ്ടെങ്കിൽ യേശുവിന്റെ ഭരണത്തിന് കീഴിലായിരിക്കാം. അപ്പൊ ഇപ്പൊ യേശുവാണ് ഭരിക്കണേ, സംശയമൊന്നും വേണ്ട. അപ്പോൾ 1000 വർഷത്തെ ഭരണമാണ് കുരിശഭരണം തുടങ്ങി രണ്ടാമത്തെ ആഗമനം നടക്കുന്നത്. ആ ഭരണത്തിന്റെ ഏറ്റവും ഫലപ്രദമായ രീതിയാണ് വിശുദ്ധ കുർബാന. വിശ്വാസികളിലേക്ക് അവൻ വരികയാണ്. എന്നിട്ട് അവരുടെ ശരീരത്തിന്റെ ശരീരമായിട്ട്, രക്തത്തിന്റെ രക്തമായിട്ട് മാറുകയാണ്, മാംസരക്തങ്ങളായി മാറുകയാണ്. ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. നമ്മിലൂടെയാണ് ഈ ലോകത്തെ കർത്താവ് ഭരിക്കണേ. അതുകൊണ്ട് നമ്മുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി മാറ്റിയത്. അപ്പൊ ഒരു ചോദ്യം കൂടി. അപ്പൊ ഈ 1000 വത്സരം മനസ്സിലായി. രണ്ടാമത്തെ ആഗമനത്തിലാണ് പിശാചിന് അന്തിമമായിട്ടുള്ള വിധി നിശ്ചയിക്കുക, അന്തിമ വിധി, ന്യായവിധി നിശ്ചയിക്കുക അല്ലെങ്കിൽ കൽപ്പിക്കുക. അത് വെളിപാട് പുസ്തകം 27 മുതൽ 10 വരെ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നു. 1000 സംവത്സരം കഴിയുമ്പോൾ, അതായത് കുരിശുമരണം മുതൽ ദ്വിതീയാഗമനം വരെയുള്ള സമയം, രണ്ടാമത്തെ ആഗമനത്തിൽ 1000 സംവത്സരം കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജനതകളെ സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി ഒന്നിച്ച് ചേർക്കേണ്ടതിന് വഴിതെറ്റിക്കാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അവർ വഞ്ചിച്ച പിശാചനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിവിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം ഏൽക്കേണ്ടി വരും. പിശാചനെ ഇല്ലേ അന്തിമമായി നശിപ്പിക്കുകയല്ല, സാത്താനെയും പിശാചുക്കളെയും നിരായുധരാക്കി നിത്യമായി ശിക്ഷിക്കുകയാണ് ദണ്ഡനത്തിൽ. അതായത് പിന്നെ അവർക്ക് മനുഷ്യന്റെ മേലെ യാതൊരു അധികാരമില്ല. എന്നിട്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകുന്നത്. ഈ ഭൂമി ഇല്ലാണ്ടാകുമെന്നോ ഈ ആകാശം ഇല്ലാണ്ടാകുമെന്നോ അല്ല ബൈബിൾ പറയണേ. ഇത് രൂപാന്തരം പ്രാപിക്കും. അതെങ്ങനെയാണ് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല. പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടാകും. അപ്പോൾ മനുഷ്യൻ, ദൈവം ഭൂമിയിലേക്ക് വന്നു. ഈ മണ്ണ് ദൈവം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയില്ല, രൂപാന്തരപ്പെടുത്തുകയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. അതാണ് വെളിപാട് പുസ്തകം. അതിന്റെ മുൻ ആസ്വാദനമാണ്, അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ വിശുദ്ധ കുർബാന പോലും. അവസാനമായിട്ടൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ചോദ്യം, ഇങ്ങനൊരു ചോദ്യം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിലാണ് വന്നതെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് എന്നോട് പറഞ്ഞവര്. എന്നിട്ടത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആ ചോദ്യം അങ്ങനെ തന്നെ എനിക്ക് എടുത്ത് തരികയായിരുന്നു. അച്ഛൻ ഒരു മറുപടി വേണമെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുമായിട്ട് ബന്ധപ്പെട്ട 1000 പേര് 2000 പേരൊക്കെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇത് വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം വന്നത്? സീറോ മലബാർ സഭയിൽ പൊതുവെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശേഷിച്ചും പൈശാചിക ശക്തികളുമായി കൂട്ടുകൂടുന്നവർക്ക് വിജയം ലഭിക്കുന്നു എന്നൊരു തോന്നല് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലും, അതായത് സാത്താൻ, ആദി സർപ്പം, പാമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, ഈ പൈശാചിക ശക്തി, അവരുമായി കൂട്ടുകൂടുന്നവർക്ക് അവരാണ് വിജയം വരിച്ച് നിൽക്കുന്നതെന്ന് തോന്നുകയാണ്. ദൈവത്തിന്റെ ശക്തിക്ക് ക്ഷയം സംഭവിച്ചുവെന്ന തോന്നല്, ആ തോന്നൽ ഉണ്ടാക്കിയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ്. നരകത്തില് സാത്താന് സന്തോഷമാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നൊരു ചിന്ത, വളരെ അപകടകരമായ ചിന്ത സഭാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മെത്രാന്മാര്, ദൈവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ മെത്രാന്മാരും
ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികരും സാത്താനുമായി കൂടിച്ചേർന്ന് സഭയെ നശിപ്പിക്കാനുള്ള ശക്തികളുമായി കൂടിച്ചേർന്ന് സമവായം എന്ന വിഷമുണ്ടാക്കി കർത്താവിനെയും കർത്താവിന്റെ സഭയെയും നാറ്റിക്ക് മാത്രമല്ല സാത്താന് ഇങ്ങനെ ഒറ്റക്കൊടുത്തിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് മെത്രാന്മാരും വൈദികരും സാത്താനെ കൂട്ടുപിടിക്കുന്നെങ്കിൽ അപ്പോൾ നരകത്തിൽ സാത്താൻ ഭയങ്കര ആനന്ദമായിരിക്കുമല്ലോ. അതാണ് ഇയാൾ ചോദിക്കേണ്ട കാരണം. സാത്താൻ നരകത്തിൽ ഹാപ്പിയാണോ? അങ്ങനെ നരകത്തിൽ സാത്താൻ ഹാപ്പിയാണ് എന്ന തരത്തിലുള്ള ഒരു ചിന്ത പൊതുമണ്ഡലത്തിൽ സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മെത്രാന്മാർ കേൾക്കണം, എല്ലാ മെത്രാന്മാരും കേൾക്കണം. നിങ്ങൾ ദൈവവചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കത്തോലിക്ക സഭയുടെ മതബോധനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നെഞ്ചത്ത് മാറത്തടിച്ചിട്ട് കർത്താവിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ കുമ്പസാരിക്കണം. എന്നിട്ട് ഈ തെറ്റ് തിരുത്തണം. ഈ തോന്നിയാസം കാണിക്കുന്ന തെറ്റുണ്ടല്ലോ, അത് തിരുത്തണം. ഈ സീറോ മലബാർ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സമരം ചെയ്യുകയും കുത്തിയിരിക്കുകയും ചെയ്യുന്നവര്, അവരോട് എനിക്ക് കാര്യം പറയാനുണ്ട്. മരണത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോയിട്ടാണ് പിശാചുകളെ തോൽപ്പിക്കുക. കർത്താവ് അങ്ങനെ ചെയ്തേ, വിശുദ്ധർ അങ്ങനെ ചെയ്തേ. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങളുടെ മക്കൾ ഇനി പള്ളിയിൽ വരില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ഫൈറ്റെല്ലാം കണ്ടിട്ട് അത് നിങ്ങൾ പേടിക്കണ്ട, അവരുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പടപൊരുതുക. എല്ലാ മക്കളും വിശുദ്ധരാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് വിശുദ്ധരാക്കാൻ പറ്റും. മരണത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോയിട്ടാണ് പൈശാചിക ശക്തികൾ തോൽപ്പിക്കാൻ കഴിയൂ. മറ്റൊരു മാർഗം നമ്മുടെ കർത്താവ് ശംസിക നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല. അതിനാൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സഹനം, നമ്മൾ അനുഭവിക്കുന്ന ത്യാഗം, നമ്മളെ അനുഭവിക്കുന്ന ഈ നാണക്കേട്, മറ്റുള്ളവർ നമ്മളെ നാണം കെടുത്തുന്നു, നമ്മുടെ ആളുകൾ നാണം കെടുത്തുന്നു. ഈ പിശാചുമായി കൂട്ടുചേർന്നവരെല്ലാം വീഡിയോയിൽ വന്നിരുന്നിട്ട് മെത്രാന്മാരെ വെല്ലുവിളിക്കുന്നു, മാർപ്പാപ്പയെ വെല്ലുവിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴൊക്കെ സാത്താൻ ഇങ്ങനെ കൈകൊട്ടി ചിരിക്കുമ്പോൾ സാത്താൻ വിജയിച്ച് നിൽക്കുന്നെന്നാണ് പലരും വിചാരിക്കുന്നത്. അത് ശരിയല്ല. നമ്മൾ സഹിക്കുമ്പോൾ അത് പാപം ചെയ്തിട്ടാകരുത്. നമ്മൾ സഹിക്കുമ്പോൾ, ഈ ത്യാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് തോൽപ്പിക്കപ്പെടുകയാണ്. അതിനാൽ സമരരംഗത്തുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ഈ ദുഷിച്ച ചിന്തകൾ കുറയുണ്ട്. എൻ്റെ സംഘടന, എൻ്റെ പ്രാമുഖ്യം, ഞാനായിട്ട് ഇത് ഉണ്ടാക്കണം, എന്നിലൂടെ വരണം, ഈ വക ചിന്തകൾ അവിടെ പാടില്ല. അത് വന്നാൽ നിങ്ങളുടെ സഹനം കർത്താവിന് ചേർന്ന സഹനമാകില്ല. മറിച്ച് സഭ, കർത്താവ്, സീറോ മലബാർ സഭ, സുറിയാനി കത്തോലിക്ക സഭ, ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും അതിനുവേണ്ടി സ്വാർത്ഥപരമായ എല്ലാ ലക്ഷ്യങ്ങളും മാറ്റിവെച്ച് സംഘടനാപരമായ കുറച്ച് ദുഷിപ്പുകളുണ്ട്. പ്രത്യേകിച്ചും ആന്റി ക്ലെറിക്കലിസം, അതായത് മെത്രാന്മാർക്കും അച്ഛന്മാർക്കും എതിരെ നിന്നാലേ നമ്മൾ അൽമായര് ശരിയാകൂ എന്ന് വിചാരിക്കുന്നത് തെറ്റാണത്. നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. മെത്രാന്മാരും അച്ഛന്മാരും അൽമായരും ഒക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് മെത്രാന്മാർക്കെതിരെ, അച്ഛന്മാർക്കെതിരെ നമുക്ക് നിലകൊള്ളണം എന്ന തീരുമാനം എടുക്കുന്നെങ്കിൽ നിങ്ങളും തെറ്റിലായിരിക്കും. നിങ്ങളും പിശാചിന്റെ ആളുകളായി മാറും. മറിച്ച് നമുക്ക് പരസ്പരം തിരുത്താം. ഞാൻ നിങ്ങളെ തിരുത്തുന്ന പോലെ നിങ്ങൾക്ക് എന്നെയും തിരുത്താം. നമുക്ക് അങ്ങനെ ഒരു വഞ്ചിയിലാണ്, ഒരു സഭാ നൗകയിലാണ് നമ്മൾ പോകുന്നത്. അതിനാൽ നമ്മുടെ ഈ മെത്രാന്മാരെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ തന്നെ അത്തരം തിന്മകൾ ചെയ്താലോ, അഴിമതി ചെയ്താലോ, പണത്തിന് വേണ്ടിയും അങ്ങനെയൊക്കെ ചെയ്താലോ, അത് ശരിയല്ലല്ലോ. അതിനാൽ നമ്മൾ നല്ലവരാകുന്ന നിലയിൽ സഹനത്തിലും ത്യാഗത്തിലും കടന്നു പോകുമ്പോൾ പിശാചിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഉണ്ടാക്കേണ്ടായ സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് വളരെ മോശം തന്നെയാണ്. മോശം എന്നല്ല, വലിയ ഇടർച്ചയാണ്. കർത്താവ് ഈ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച സഭാ നേതൃത്വത്തെ ശിക്ഷിക്കാതെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശിക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവർ വരുത്തി വെച്ചിരിക്കുന്ന ഇടർച്ച അത്ര അധികമായതിനാൽ കർത്താവ് അവരെ ശിക്ഷിക്കാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സമരരംഗത്തുള്ളവര് നമ്മൾ നല്ലവരെന്ന നിലയിൽ വേണം സഹിക്കാൻ, നല്ലവരെന്ന നിലയിൽ വേണം ക്രൂശിക്കപ്പെടാൻ. തിന്മ ചെയ്തിട്ടാകരുത്, ഒരു അഴിമതി ചെയ്തിട്ടാകരുത്. അങ്ങനെ നന്മ ചെയ്തിട്ട് സഹിക്കുന്നെങ്കിൽ നമ്മുടെ സഹനത്തെ കർത്താവിന്റെ കുരിശന്റെ സഹനത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. എൻ്റെ കർത്താവിന്റെ ശരീരത്തിൽ സഹനത്തിന്റെ കുറവ് എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞു, കൊളോസ്യ ലേഖനം 1:24. അത് നമ്മുടെ കാര്യം സംഭവിക്കട്ടെ. അപ്പോൾ പിശാചിന്റെ തല തകർക്കുകയാണ് നമ്മൾ.
ആ പിശാചിന് തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായിട്ട് നമ്മൾ മാറുകയാണ്. കർത്താവിനോടൊപ്പം ചേർന്നിട്ട് ഈ സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയട്ടെ രണ്ടാമത്തെ ആഗമനം വരെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.